എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ ജീവിതത്തിലെ ഒരു ഞായറാഴ്ച കൂടെ ദൈവം ദാനമായി തന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുവാനും പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുവാനും എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കുവാന് ഈ നാളുകളിൽ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തന്നായി നല്ല കൂടിവരവിനായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് കടന്നു വരുവാനുള്ള എല്ലാവരെയും ദൈവം തക്ക സമയത്ത് കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ കൂടിവരവ് ദൈവവചന ശുശ്രൂഷ എല്ലാം നമുക്ക് അനുഗ്രഹമായി തീരുവാന് ദൈവസനെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ റെജിമോന് ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നതായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവാതിനാ, ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവാതിനാ, നന്നതിനുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടും നീ, തന്നതിനുന്നതമായ കൃപയ്ക്കഭിവന്ദനം ചെയ്തി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്ന സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് 11 രാവിലെ സമയം മുതൽ ഈ സമയം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ കർത്താവേ. ഇന്ന് ഒരു പ്രാവശ്യം കൂടി നിന്റെ സന്നിധിയിലായിരിക്കാൻ, കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, സ്തുതിയും സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ തന്ന സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ നടത്തിയല്ലോ കർത്താവേ. ഞങ്ങളുടെ ആയിരിക്കുന്ന സ്ഥാനത്ത്, ഞങ്ങളുടെ പോക്കില് വരവില്, ഞങ്ങളുടെ വാക്കുകളില് പ്രവൃത്തിയിലെല്ലാം നിന്റെ സ്ഥാനത്ത് ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. അടിങ്ങൾക്ക് വരാമെന്ന ആപത്തിന് അർത്ഥങ്ങളെല്ലാം ഞങ്ങളുടെ വിടിവിച്ച് കർത്താവേ, ഇത്രത്തോളം ആരോഗ്യവും സൗഖ്യവും സമാധാനവും സന്തോഷം കർത്താവേ നിന്റെ സന്നിധി വന്ന കർത്താവേ, അങ്ങയുടെ മൂത്തേക്ക് നോക്കുളിപ്പാൻ തക്കോണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കുന്ന പ്രകാശിതരായി അവിടെ മോമോ ലഞ്ചിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളും വിടിവിച്ച കർത്താവേ, അങ്ങയുടെ ശോഭയുള്ള മുഖത്തേക്ക് നോക്കുകയുണ്ട് കർത്താവേ. നിരന്തോറും ശോഭിപ്പാൻ തക്കോണം ഞങ്ങൾ ഒരുക്കുമാറാകേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവേ അനേകർ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ, പാപികളും ബലഹീനരും ആടിയും കർത്താവേ, ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളായി നിന്നതല്ല കർത്താവേ, അവിടെ നിങ്ങളെ നിർത്തിയിരിക്കുക. സ്തോത്രം കർത്താവേ. ഒരാണ്ടൂടെ നിൽക്കട്ടെ, ചെത്തി വളമിട്ട് ഫലം നിങ്ങളെ വെട്ടിക്കളയാവുന്ന വാഴ്ത്തത്തെ പ്രകാരം കർത്താവേ, ഞങ്ങൾ ഫലമുള്ളവരായി ജീവിപ്പാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും നീ ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കും കർത്താവേ. നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരിലും ആശ്രയിപ്പാനില്ല. നിന്നിൽ ആശ്രമിച്ച് ജീവിപ്പാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പറവണക്കിലേക്ക് കൊടുത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവ എങ്ങനെ കർത്താവേ. നീ ഞങ്ങൾക്ക് തന്ന ചെറുതും മറുതുമായ എല്ലാ സഹായങ്ങൾക്ക് അടിയങ്ങൾ നന്ദിയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു നല്ല മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവേ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ ഓർത്ത് കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായി വന്നതല്ല കർത്താവേ, ഞങ്ങളെ കൂട്ടി വന്നതിനായി നന്ദിയോട് സ്തോത്രം കർത്താവേ. ഞങ്ങൾ കർത്താവേ, ഇന്ന് നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അവിടെ അനുഗ്രഹിക്കുമാറാകണമേ. പത്യസ്ഥ പ്രാർത്ഥനയിൽ കർത്താവേ, ഗാന ശുശ്രൂഷയിലൊക്കെ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവേ. വചനം പറയുന്ന എൻ്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവേ. കർത്താവ് നിന്റെ വചനം കർത്താവിന്റെ മൗനോടെ കേൾക്കുവാനും കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് കർത്താവെ നിരന്തോറും ജീവിപ്പാൻ തക്കണം നിങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനെ കുറിച്ചിന്റെ മറവ് നിറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഹല്ലേലൂയ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വന്നതുപോലെ അല്ല കർത്താവെ, നിറഞ്ഞ അനുഗ്രഹത്തോടെ കടന്നു വരുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്പസമയം ഞങ്ങൾ താണിരിക്കുന്നു കർത്താവെ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. അനുഗ്രഹിച്ച സ്തോത്രം. മാനം മഹത്വത്തോടെ തന്നെ എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുമാറാക്കണമേ. ആമീൻ. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഈ മനോഹരമായ ഒരു പകൽക്കാലം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ഈ 10ാമത്തെ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച നമ്മുടെ ഹല്ലേലൂയ കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ
അവന്റെ വചനം കേൾക്കുവാൻ, അവന്റെ ശബ്ദം കേൾക്കുവാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, എന്നെ ഈ ഹാളിൽ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സൂമിലൂടെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവ് ഒരിക്കൽ കൂടി നമുക്ക് ഈ പദവി തന്നിരിക്കുകയാണ്. അവനെ ആരാധിക്കുവാൻ, അവന്റെ മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾക്ക് ഹല്ലേലൂയ, അവന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം, അവന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഒരു പകൽ കൂടെ ദൈവം നമ്മൾക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു. എല്ലാത്തിനുമായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഒരു ഗാനം പാടാമല്ലോ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരയും. കാരണം എന്റെ സന്താപകാലത്തും എന്തോ സന്തോഷത്തിന്റെ കാലത്തും എപ്പോഴും എന്റെ കർത്താവ് എന്നോട് കൂടെയുള്ളതുകൊണ്ട് നിന്നെ വാഴ്ത്തുന്നുണ്ട് പാടുവാൻ തക്കണം. നമുക്ക് ഇടയാകട്ടെ, ഒരുമിച്ച് പാടാം. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. കാലത്തും സന്തോഷകാലത്തും സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എന്റെ നാവു നിന്നെ വാഴ്ത്തുമേ, എപ്പോഴും എന്റെ നാവു നിന്നെ വാഴ്ത്തുമേ. ചെടിയിൽ നിന്ന് വീണ്ടെടുത്തന്നെ പറയാൻ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തി നീ. പവൽച്ചെടിയിൽ നിന്ന് വീണ്ടെടുത്തന്നെ പറയാൻ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തി നീ. എന്നാവിൽ തന്നു നീ നവ്യസങ്കീർത്തനം, എന്നാവിൽ തന്നു നീ നവ്യസങ്കീർത്തനം. സ്തുതിയാഗമെന്നു അർപ്പിച്ചിടും ഞാൻ, സ്തുതിയാഗമെന്നു അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരയിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരയിടും. എന്നെ അനുദിനം വഴി നടത്തണം, വീഴാതെ അന്നു നിന്നടുക്കലെത്തിടാം. എന്നെ അനുദിനം വഴി നടത്തണം, വീഴാതെ അന്നു നിന്നടുക്കലെത്തിടാം. അലംബമായിടും ആത്മാവിൽ തന്നതാ, അലംബമായിടും ആത്മാവിൽ തന്നതാ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരയിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരയിടും. തുടച്ചിടുന്നു നീ കൺമണി പോലെ നിത്യം കാത്തിടുന്നതേ. എൻ കണ്ണുനീരെല്ലാം തുടച്ചിടുന്നു നീ കൺമണി പോലെ നിത്യം കാത്തിടുന്നതേ. വൻകൃപയോർക്കുമ്പോ എന്നുള്ളം തുള്ളുന്നേ, വൻകൃപയോർക്കുമ്പോ എന്നുള്ളം തുള്ളുന്നേ. യാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, യാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരയിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരയിടും. സന്താപകാലത്തും സന്തോഷകാലത്തും സന്താപകാലത്തും സന്തോഷകാലത്തും എന്റെ നാവു നിന്നെ വാഴ്ത്തുമേ, എന്റെ നാവു നിന്നെ വാഴ്ത്തുമേ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരയിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ
സങ്കീർത്തനങ്ങൾ 81 നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. Psalms 81. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. തപ്പും കുംഭങ്ങളുടെ കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുകയും അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ ഓർമ്മവാസിയിലും കാഹളം ഊതുവീൻ. ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവും ആകുന്നു. മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസേഫിനെ ഒരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. ഞാൻ അവന്റെ തോളിൽ ചുമട് നീക്കി അവന്റെ കൈകൾ കൊട്ടു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന് മറവിൽ ഞാൻ നിനക്ക് ഉത്തരമരളി. മെരിവ വള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എന്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലെ, നിന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. അന്യദൈവം നിനക്ക് ഉണ്ടാകരുത്. യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. ഇസ്രായേൽ ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവേ, ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസാരം തുറക്കും, ഞാൻ അതിനെ അന്നടയ്ക്കും. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം മനോജന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വയലുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പയക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. ഉന്മേത്രമായ ഗോതം കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറ എന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 81 ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് പോലെ സംഗീത പ്രമാണിക്ക് ആസാഫ് എഴുതിയ ഒരു സങ്കീർത്തനം ആണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 11 സങ്കീർത്തനങ്ങളാണ് ആസാഫ് മൊത്തത്തിൽ എഴുതിയിട്ടുള്ളത്. ഇത് അഡ്രസ് ചെയ്തിരിക്കുന്നത് സംഗീത പ്രമാണിക്കാണ്. സംഗീത പ്രമാണി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ യെരുശലേം ദേവാലയത്തിലെ കൊയർ ലീഡർ ആയിരിക്കാം, വർഷിപ്പ് ലീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുരോഹിതനായിരിക്കാം. ഈ സംഗീത പ്രമാണിക്ക് എന്ന് അഡ്രസ് ചെയ്തിരിക്കുന്ന ഏകദേശം 50 സങ്കീർത്തനങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഗീത പ്രമാണി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ ദേവാലയത്തിലുള്ള ആരെങ്കിലും ആണ് എന്നുള്ളതിനോടൊപ്പം തന്നെ ഇവിടെ വേദപണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് എല്ലാ സംഗീതത്തിന്റെയും ഉപജ്ഞാതാവായ നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് വേദപണ്ഡിതന്മാർ ഇതിനെ സൂചിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനം സാധാരണയായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൂടാര പെരുന്നാൾ വേളയിലാണ്. കൂടാര പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനതയെ ദൈവം 40 സംവത്സരക്കാലം മരുഭൂമിയിൽ കൂടി നടത്തിയ ദൈവത്തിന്റെ അതിശയകരമായ ദൈവത്തിന്റെ നടത്തിപ്പും കാവലും ഓർത്ത് ഇസ്രായേൽ മക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു അവസരമായിട്ടാണ് കൂടാര പെരുന്നാൾ അവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ കൽപ്പനകളെ ഇസ്രായേൽ ജനത്തെ ഓരോ കൂടാര പെരുന്നാളിനും വായിച്ച് അവരെ ഓർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് അവിടെ എഴുതിയിരിട്ടുണ്ട്. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, കാരണം ദൈവം എല്ലാ മഹത്വത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ ദൈവമാണ്. ആരാധനാ സമൂഹമായി ഏക ശബ്ദത്തിൽ ഉച്ചത്തിൽ ഘോഷിച്ച് ആർപ്പിടുവാൻ ആണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നത്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ആരാധനയിൽ സന്തോഷിക്കുന്നതിനപ്പുറമായി നമ്മുടെ ആരാധനയിൽ ദൈവം സന്തോഷിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യകതയുണ്ട്. നാം ഒരുപക്ഷെ നമുക്ക് പാട്ട് പാടുമ്പോൾ നാം വളരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തിന് അത് സന്തോഷമായി തോന്നുന്നുണ്ടോ എന്ന് നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ ഓർക്കണമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നു. 2-ാമത്തെ വാക്യത്തിൽ ഈ ഇവിടെ എഴുതിയിരിക്കുന്നത് ആരാധനയോടൊപ്പം ദൈവം നിയമിച്ച ലേവിയ ഗോത്രക്കാർ തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ആരാധന ഞാൻ പറഞ്ഞതുപോലെ വളരെ ഇമ്പമുള്ളതായിരിക്കണമെന്ന് ദൈവം ഓർപ്പിക്കുന്നു. നാം ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ
നമ്മുടെ നിലവുകളെയും ഉൾപ്പുകളെയും അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര ഭയഭക്തിയോടെ നാം ആയിരിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമി മാസത്തിലും കാഹളം ഊതുവിൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. കാഹളം എന്ന് പറയുന്നത് ആ കാലത്ത് ആരാധനയ്ക്കായി ദൈവജനത്തെ വിളിച്ചു കൂട്ടുവാനായിട്ട് ഉപയോഗിച്ച ഒരു ഉപകരണമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ എവിടെയെല്ലാം കാഹളം ഊതിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവമക്കൾക്ക് വിജയം ദൈവം നൽകിയിട്ടുണ്ട് എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എരിഹോ കോട്ട തകർന്നപ്പോഴും ഗിദെയോന്റെ പട്ടാളം മിദ്യാന്യർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച അവസരങ്ങളിലും കാഹളം മുഴക്കിയതായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഈ കാഹളം ദൈവത്തിന്റെ വിടുതലിന്റെ ഒരു സന്ദേശമാണ് നൽകുന്നത്. നാം എവിടെയെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി കൂടി വരുമോ അവിടെയെല്ലാം വിടുതലുണ്ട് എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് അവര് പുറപ്പെട്ടപ്പോൾ അവരെ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് ആദ്യമായി വളരെ കാലങ്ങൾക്ക് ശേഷം ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അവർക്ക് സ്വർഗീയമായ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് വേദപുസ്തകത്തിൽ ആ വാക്യങ്ങളിൽ അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? ജോസഫിന് ഒരു സാക്ഷ്യം എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ജോസഫിന് മുമ്പ് തന്നെ മോശയ്ക്ക് ഈ കൽപ്പന ലഭിച്ചിരുന്നത് കൊണ്ട് മോശയ്ക്ക് ലഭിച്ച കൽപ്പനയെക്കുറിച്ച് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വേറൊരു വാക്യം എഴുതിയിരിക്കുന്നത് അവർ അറിയാത്ത ഭാഷ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. ഞാൻ ദൈവത്തെ വാസ്തവമായി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം എന്നുള്ളത് നാം മനസ്സിലാക്കുമല്ലോ. നമ്മുടെ സ്വർഗീയ അനുഭവങ്ങളും പുതിയ ഭാഷയും പുതിയ പ്രകാശവും വിടുതലും നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശ്വസ്തയോടെ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് പുതിയ ആശയങ്ങളും ദൈവത്തിന്റെ കൃപയും നമുക്ക് ചൊരിഞ്ഞു തരുമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു. 6 മുതൽ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ദൈവത്തെ അവർ ആരാധിച്ചപ്പോൾ അവർക്ക് ലഭിച്ച വിടുതലിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം വായിച്ച വാക്യങ്ങളായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ 8-9 വാക്യങ്ങളിൽ നിന്നും ഇങ്ങനെ ദൈവം നൽകിയതായ കൽപ്പനകളെ ദൈവം സങ്കീർത്തനക്കാരൻ കൂടെ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ചാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദൈവം നൽകിയ കൽപ്പനകളെ ഈ കൂടാരപ്പെരുന്നാൾ സമയത്ത് ഒരു പ്രാവശ്യം കൂടെ വായിച്ച് അവര് ഇസ്രായേൽ മക്കളെ ഓർപ്പിക്കുന്നതായിട്ടുള്ള വാക്യങ്ങളാണത്. 10-ാമത്തെ വാക്യത്തിൽ 2-ാം ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു: ഇതിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. നാം ദൈവസന്നിധിയിൽ ഇത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിലും എഴുതിയിരിക്കുന്നത്. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് അഭയാചന കഴിക്കാത്തത്, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാത്തത്, ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ശരിയായി സമർപ്പിക്കാത്ത കുറവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആരാധനയിലും ദൈവകൽപ്പനകൾ പാലിക്കുന്നതിലും നാം അവിശ്വസ്തത പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിട്ടുള്ളത് എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുന്നു. 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ഏതെല്ലാം വിധത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് ഈ വാക്യങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തെക്കാൾ നാം അധികം മറ്റുള്ളതിനെ സ്നേഹിച്ചു പോയത്, നമ്മുടെ സമ്പാദ്യങ്ങളെ സ്നേഹിച്ചത്, നമ്മുടെ മക്കളെയും നമ്മുടെ പൊസിഷനെയും നമ്മുടെ ബാങ്ക് ബാലൻസിനെയും ഒക്കെ നാം ദൈവത്തെക്കാൾ അധികമായി സ്നേഹിച്ചു പോയത്, ദൈവത്തിന് 1-ാം സ്ഥാനം നൽകാതെ പോയത്, ദൈവത്തിന്റെ കൽപ്പനകളെ മനഃപൂർവ്വമായി ലംഘിച്ചു പോയിട്ടുള്ളത്, അന്യ ദൈവങ്ങളുടെ പുറകെ നടന്നത്, രാഹുകാലത്തിലും കന്നിമൂലയിലും വിശ്വസിച്ചു പോയത്, ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ നടന്നു പോയത്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഹൃദയത്തെ കീറിമുറിക്കുന്ന ഇരുവാൾ തലയുള്ള ദൈവവചനം സ്വീകരിക്കാതെ ഹൃദയത്തെ കഠിനമാക്കിയത്, ഈ കുറവുകളൊക്കെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മനഃപൂർവ്വമായി ഏറ്റു പറയാം.
ദൈവ നമ്മളോട് ഈ വചനത്തിൽ കൂടെ വാസ്തവമായി നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഞാനിത് വായിച്ചപ്പോൾ ഈ സങ്കീർത്തനം എന്നോട് തന്നെയാണല്ലോ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുവാനായിട്ടിടയായിരുന്നു. നമുക്ക് വേണ്ടി ശത്രുക്കളെ തോൽപ്പിക്കുവാൻ, നമ്മളെ അലട്ടുന്ന വൈരികളെ അവൻ മാറ്റിത്തരും എന്നുള്ള ഉറപ്പ് ദൈവം നമുക്ക് നൽകുന്നു. നമുക്കെതിരെ വാടകോരുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നമുക്ക് മുൻപാകെ കീഴടങ്ങുവാൻ ദൈവം ഇടയാക്കി തീരും ദിവസത്തിൽ നാം വിശ്വസ്തയോടെ നിന്നാൽ അത് തന്നെയാണ് ഇസ്രായേൽ ജനത്തെ ഈ സങ്കീർത്തനക്കാരൻ വീണ്ടും ഓർപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് അവൻ എന്നും ശുഭകാലം നിലനിർത്തും. ഒരു സാമ്പത്തിക മാധ്യമവും നമ്മെ അകറ്റുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിച്ചവർക്ക് ഒരു സാമ്പത്തിക മാന്യവും അനുഭവിക്കാൻ സാഹചര്യം വരികയില്ല എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു. അവിടെ അവസാനമായിട്ട് എഴുതിയിരിക്കുന്നു, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരും. നമുക്ക് എന്ത് യോഗ്യതയുണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദേശത്ത് വന്ന് വ്യക്തികളായി, കുടുംബങ്ങളായി ദീർഘകാലമായി ജീവിപ്പാൻ? ദൈവം തന്ന എത്ര വലിയ സൗഭാഗ്യമാണ്. നമുക്കിതിന് എന്തെങ്കിലും നന്മ പറയാനായിട്ടുണ്ടോ? ദൈവത്തിന്റെ കരുണയല്ലാതെ. നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ മറത്തെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചത്, ഞങ്ങളുടെ തലമുറയ്ക്ക് നന്മ നൽകണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമ്മുടെ മാതാപിതാക്കൾ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമല്ലേ നമുക്ക് ഇന്നിവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയാണെന്ന് മനസ്സിലാക്കണമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന അവസാനത്തെ വാക്കിൽ, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തും. പാറയിൽ നിന്നുള്ള യാതൊരു മാലിന്യവും മായവുമില്ലാത്ത തേൻ കൊണ്ട് ദൈവം നമുക്ക് തൃപ്തി വരുത്തും. ഈ മേൽത്തരം എന്ന വാക്ക് ഫസ്റ്റ് ക്വാളിറ്റി എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലാക്കിയത് ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ട്. മഹാബാബയാടിയനെ 10 വർഷം അബുദാബി ക്രൗൺ പ്രിൻസ് കോർട്ടിൽ ജോലി ചെയ്യാനായിട്ട് ഇടയായി തീർന്നപ്പോഴാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്റെ ജീവിതത്തിൽ എന്താണെന്ന് മനസ്സിലായത്. ഞാനൊക്കെ സാധാരണ കണ്ടിട്ടുള്ള ഐന്തപ്പഴം എന്ന് പറയുന്നത് ഒരു 2 ഇഞ്ച് നീളം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇസ്രായേൽ ഉണ്ടാകുന്ന ഈ നീളമുള്ള ഏകദേശം 5-6 ഇഞ്ച് നീളമുള്ള ഈന്തപ്പഴം പ്രൊഡ്യൂസ് ഓഫ് അമേരിക്ക എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് അബുദാബി പാലസുകളിലൊക്കെ വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം ഇത് ഇസ്രായേലിൽ നിന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓറഞ്ച് നമുക്ക് തൊലി കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. എന്നാൽ ഒരു കുരുവില്ലാത്ത, അതിന്റെ തോൽ ഉൾപ്പെടെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും മാധുര്യമായ ഓറഞ്ചുകൾ ഇസ്രായേൽ ദേശത്ത് ഉണ്ടാകുന്നത് പ്രൊഡ്യൂസ് ഓഫ് അമേരിക്ക എന്ന സ്റ്റാമ്പ് ഒട്ടിച്ചാണ് ഈ പാലസുകളൊക്കെ വരുന്നത്. എന്നാൽ ദൈവം നമ്മുടെ ഈ രാജ്യത്താക്കിയിരിക്കുന്ന നമുക്ക് നമ്മുടെ നാട്ടിൽ പെസ്റ്റിസൈഡ് അടിക്കാത്ത ഒരു ആപ്പിളോ ഒരു ഫലമോ നമുക്ക് ലഭിക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. ഞാനൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് തലേദിവസമേ പച്ചക്കറി എല്ലാം എടുത്ത് എന്തോ ക്ലീനിങ് ഏജന്റ് ഒക്കെ ഇട്ടാണ് അവിടെ ഇത് ചെയ്യുന്നത്. എന്നാൽ ഈ രാജ്യത്ത് നമ്മെ മേൽത്തരമായി നമ്മെ നടത്തുന്ന, മേൽത്തരമായി നമ്മെ അനുഗ്രഹിച്ച, ദൈവകൃപയിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഇതുപോലെ ഒരു ആരാധന നമുക്ക് നാട്ടിൽ ചെന്നാൽ ലഭിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാ വിധത്തിലും ദൈവം നമ്മെ മാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം ഇതുപോലെയുള്ള ഒരു രാജപദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ അലക്ഷ്യമാക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുവാൻ ഈ സങ്കീർത്തന ധ്യാനം ഇടയാകട്ടെ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാതെ പോയുള്ള കുറവുകൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയാം. വേദപുസ്തകത്തിൽ പറയുന്നത് കുളിച്ചിട്ട് വന്ന ചേറ്റിലേക്ക് പോയ അവസ്ഥ നമുക്ക് ഇനി ഉണ്ടാകാതെ സൂക്ഷിക്കാം. കാൽവരി ക്രൂശിലേക്കത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കാം. പിതാവിനായ ദൈവത്തിന്റെ കരങ്ങളിൽ സ്വർഗത്തിലെ ഭൂമിയിലെയും സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണഭൂതനായ ദൈവത്തിന്റെ സന്നിധിയിൽ, പിതാവായ പുത്രന്റെ സന്നിധിയിൽ, പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ നമുക്ക് വാസ്തവമായി നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. നമ്മളെ സങ്കീർത്തനത്തിൽ കൂടി കേൾപ്പിച്ചല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ദൈവത്തിന് മുൻഗണന കൊടുക്കാതെ മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ
പ്രാധാന്യം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം, ദൈവം എത്ര വലിയവനാണ് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. അവൻ ഏറ്റവും വിശ്വസ്തനാകുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവനിൽ ഏൽപ്പിച്ചാൽ അത് നടത്തിത്തരുന്ന ദൈവമാണ്. നമ്മുടെ വിശ്വാസം അപ്രകാരമായിരിക്കണം. അതുപോലെ തന്നെ ദൈവം ഈ ദേശത്ത് നമ്മെ എത്രമാത്രം അനുഗ്രഹിച്ചു എന്ന സങ്കീർത്തന ധ്യാനത്തിൽ കൂടി നമ്മെ കേൾപ്പിച്ചല്ലോ. എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ ദൈവം അത്ഭുതകരമായ രീതിയിൽ നമ്മളെ നടത്തിയുള്ളത്. പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച, പ്രിയമുള്ളവരെ, 10 മാസം നമ്മളിൽ നിന്ന് തീരുവാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ 10 മാസം എത്ര ക്ഷേമമായി അവൻ നമ്മെ പരിപാലിച്ചു. ചരിത്രങ്ങള്, സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എന്തെല്ലാം സംഭവങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ് ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരുന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീണ്, 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്റ്റുഡന്റ് പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഒത്തിരി ഒത്തിരി അനിഷ്ട സംഭവങ്ങളെ നമ്മൾ കേൾക്കുന്ന ഒരു ലോകത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം എത്ര ക്ഷേമമായി നമ്മെ പരിപാലിച്ചു. പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, സ്തോത്രം ചെയ്യാം ദൈവത്തിന്. ദൈവം നടത്തിയ വിധങ്ങളെ എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ഈ ദേശത്ത് തന്നിരിക്കുന്നത്. ഇപ്പോൾ സങ്കീർത്തനത്തിൽ കൂടി പ്രിയ സജി പറഞ്ഞതുപോലെ ആരാധനയ്ക്കുള്ള വലിയ വലിയ സൗകര്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ദേവാലയത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ നടന്നു. ദൈവത്തിൻ്റെ ആ മഹത്വം എത്ര വലുതാകുന്നു എന്ന് നമുക്ക് കേൾക്കുവാനൊക്കെ ഇടയായി. എത്ര വലിയ ഭാഗ്യമാണ് ദൈവം തന്നിരിക്കുന്നത്. നന്ദിയോടെ സ്തോത്രം ചെയ്യാം, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മൾ അനേക വിഷയങ്ങളെ കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. നമ്മുടെ ശാരീരികമായ പ്രയാസത്തിൽ കൂടി കഴിഞ്ഞു പോയവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തു. ദൈവം ആശ്വാസം കൊടുത്തിരിക്കുന്നു. പൂർണ്ണ വിടുതലല്ലെങ്കിലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ശക്തി ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നല്ലോ. നമ്മുടെ പ്രിയ രാജന് ദൈവം കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. തുടർന്നും കർത്താവെ പൂർണ്ണ ആരോഗ്യത്തോടെ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റുവാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രിൻസ് ദൈവഹിതമെങ്കിൽ ഇന്ന് കടന്നു വരുന്നുണ്ട്. 26-ാം തീയതി വരുമെന്നാണ് പറഞ്ഞത്. തുടർന്ന് കുറച്ച് വിശ്രമമൊക്കെ ആവശ്യമുണ്ട്. എന്നാലും ദൈവം ഒത്തിരി ആശ്വാസം കൊടുക്കും. പ്രത്യേകം നമുക്ക് പ്രിൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സിബി നാട്ടിലേക്ക് പോയിരിക്കുകയാകുന്നു. ചൊവ്വാഴ്ച ഒരു MRI ചെയ്യുന്നുണ്ട്. കർത്താവേ, ആ MRIയിൽ കൂടി ആ മകന് ഒത്തിരി ആശ്വാസം ലഭിച്ചു എന്ന് കേൾക്കത്തക്കവണ്ണം ആ ഡോക്ടർമാർക്ക് ഏത് ട്രീറ്റ്മെന്റാണ് ആവശ്യമായിരിക്കുന്നതെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം സിബിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ചെറുപ്പക്കാരനാകുന്നല്ലോ, കാലിന് നല്ല വേദനയുണ്ട്, നടക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാത്യു തോമസ് നാട്ടിലെ തുടർന്നുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിരിക്കുന്നല്ലോ. എനിക്കറിയുവാൻ സാധിച്ച വെല്ലൂരായിരിക്കുന്നു എന്നറിയുന്ന നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രിയ മകനോട് ദൈവം കരുണ കാണിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ഒരു സഹോദരനാണല്ലോ. ദൈവമേ, ആ മകന്, ആ ദാസന് വിടുതൽ കൊടുക്കണമേ. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ലൂക്കാമോന് വേണ്ടി പ്രാർത്ഥിച്ചു. 1 മാസത്തോളം ICUലായിരുന്ന പൈതലിനെ ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തുടർന്ന് പൂർണ്ണ സൗഖ്യത്തോടെ ആയിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവര് പലരും ശാരീരികമായ പ്രയാസത്തിൽ കൂടി, വൈറൽ ഫീവറിന്റെ പ്രയാസത്തിൽ കൂടി കഴിഞ്ഞു പോകുന്ന പലരും ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാരീരികമായുള്ള വേദന വളരെയധികം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ MS കുര്യനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കാലുകൾക്ക് കൂടുതൽ ബലം പ്രാപിക്കത്തക്കവണ്ണം. അമേരിക്കയിലുള്ള സജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ട് പ്രിയപ്പെട്ടവരെ, ആ ദാസന്റെ കരങ്ങൾക്ക് കൂടുതൽ ബലം പ്രാപിച്ച് തന്നെ നടക്കുവാനുള്ള ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബോബിയുടെ വൈഫ് ഷീബായെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ ദാസി വളരെ ക്ഷീണതയിലായിരിക്കുന്നു, വളരെയധികം വേദനയിൽ കൂടി കടന്നു പോകുന്നു. ദൈവം സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജീവ് ശൗമേല് നമ്മുടെ പ്രേയറിൽ വന്നുകൊണ്ടിരിക്കുന്ന ദാസനെ നടുവിന്റെ വേദനയായിട്ട് ഫിസിയോതെറപ്പിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കുന്നു. കർത്താവെ, കൂടുതൽ സൗഖ്യം കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു എന്നുള്ളത്
ഇന്നിപ്പം നമ്മുടെ സന്തോഷ് 2 പ്രാർത്ഥന റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ ആ പ്രാർത്ഥന റിക്വസ്റ്റ് വായിക്കാം. ഒന്ന്, ശംസുദ്ദീൻ ഒരു ക്യാൻസറിന്റെ സർജറിക്ക് വേണ്ടി അടുത്ത ദിവസം പോവുകയാണ്. ആ ദാസനെ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത്. ശംസുദ്ദീന്റെ പേര് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കട്ടെ. ശംസുദ്ദീന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെരമ്യ, അതും സന്തോഷിന്റെ ഒരു ഫ്രണ്ടാണ്. ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി 28-ാം തീയതി ഒക്ടോബർ 28-ന് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുകയാണ്. ജെരമ്യ, ശംസുദ്ദീനും ജെരമ്യാവും നമ്മുടെ മനസ്സിലിരിക്കണം. അവർ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം അപേക്ഷിച്ചിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളെ ദൈവക്കമ്പര്. നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന റിബിന്റെ വൈഫ് ജിജി ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുകയാണല്ലോ. അവർക്കൊരു താമസത്തിന്റെ സൗകര്യമൊക്കെ ആവശ്യമായിരിക്കുന്നു. ദൈവകരങ്ങളിൽ അവളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മകളെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഒരു മെഡിക്കൽ കോഡറായിട്ടാണ് നേരത്തെ ജോലി ചെയ്തത്. ഇവിടെ ഒരു നല്ല ജോലി ലഭിക്കത്തക്കവണ്ണം ദൈവകരങ്ങളിലെ ആ പ്രിയ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷൻസ് ഇന്ത്യ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. മിഷൻസ് ഇന്ത്യയുടെ ആനുവൽ പെസിഫിക് കൺവെൻഷന് ഈ നവംബർ മാസം 27-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. മിഷൻസ് കൺവെൻഷനും ഫാമിലി കോൺഫറൻസും. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചാട്ട് 565 സുവിശേഷകരെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അവരൊക്കെയും അവിടെ കടന്നു വന്ന് കുടുംബമായിട്ടും വ്യക്തികളായിട്ട് കടന്നു വന്ന് ഈ പെസിഫിക് കൺവെൻഷനും ഫാമിലി കോൺഫറൻസ് സംബന്ധിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കാം. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തീർക്കുന്നതിനും കൺവെൻഷൻ നടക്കുന്നതായിട്ടുള്ള മിഷൻസ് ഇന്ത്യ അവിടുത്തെ ക്രമീകരണങ്ങളെ, ഈ വരുന്നവർക്കൊക്കെയും ഭക്ഷണം ക്രമീകരിക്കണം, എല്ലാവർക്കും താമസ സൗകര്യങ്ങൾ ക്രമീകരിക്കണം, ഭാരിച്ച ചുമതലകളുണ്ട്, ഒത്തിരി ചെലവുമൊക്കെ ഉണ്ട്. പ്രത്യേകം ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായി നടത്തേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മിഷൻസ് ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ജോർജ് റിയാൻ ബ്രദറിനെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ കർത്തദാസൻ അമേരിക്കയുടെ പ്രദേശത്തെ കഴിഞ്ഞ 1.5 മാസക്കാലം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചു. ഇപ്പോൾ യാത്രയിലായിരിക്കുന്നു. സൗഖ്യത്തോടെ മടങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ വയനാട്ടിലെ ഓൾഡ് ഏജ് ഹോം, അവിടെ താമസിക്കുന്ന 9 സഹോദരിമാര്, അതുപോലെ തന്നെ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് കൃഷ്ണൻ ആൻഡ് ഫാമിലി പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ റെജി, നമ്മുടെ ഈ പ്രയറിൽ സംബന്ധിക്കുന്ന റെജി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയപ്പോൾ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവരെയൊക്കെ കാണുവാനിടയായി. റെജി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മൾ ചെയ്ത് എത്ര വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാകുന്നു. അവരുടെ ജീവിതമൊക്കെ നമുക്കറിയാം എത്ര വലിയ ശുശ്രൂഷയാണെന്നുള്ളത്. ദൈവം സഹായിച്ചാൽ അടുത്ത ആഴ്ച റെജി അവരെ കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകം നമ്മുടെ ഓൾഡ് ഏജ് ഹോമിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം കൂടി വരുന്ന യൂത്ത് ഹോസ്റ്റല്, ഇവിടുത്തെ പുതിയൊരു മാനേജറൊക്കെ ഉണ്ട്. നമ്മളോട് സ്നേഹമായി നമ്മുടെ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നതിനും നമുക്ക് തുടർന്നും ഇവിടെ കൂടി വരുന്നതിനുള്ള സൗകര്യം ലഭിക്കത്തക്കവണ്ണം പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചാട്ടെ നമുക്ക് ഈ സൗകര്യം നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് സൗകര്യം തുടർന്ന് ലഭിക്കത്തക്കവണ്ണം ദൈവം ആ ദാസന്റെയും ആ കൂടെയുള്ളവരുടെയും മനസ്സുകളോട് ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വന്നു പാർക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മളെ അനുകൂല സാഹചര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ടല്ലോ. എല്ലാത്തിൻ്റെയും ഉറവിടവും ഉൽപ്പത്തി സ്ഥാനവും കർത്താവാകുന്നു. ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച് ഇടത്താവളത്തിലായി പോകുവാൻ ഇടയാകാതെ വണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പൂർണ്ണമായി നിറവേറ്റുവാൻ ദൈവമേ സഹായിക്കുമാറാണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒത്തിരി പ്രതിസന്ധികളെ നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാകുന്നു. ദൈവമേ, അവിടുത്തെ ആലോചന ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നൽകി കൊടുത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം ഒരു മതേതരത്വ രാജ്യമായി തീരത്തക്കവണ്ണം എല്ലാ ആരാധനകളെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടമായി തീരുവാന് നമ്മുടെ പ്രാർത്ഥന ഈ നാളുകളിൽ വളരെ ആവശ്യമായിരിക്കുന്നു. നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു എങ്കിലും അത് പൂർണ്ണമായി തീരാതെ പോകുന്ന ഒരു സാഹചര്യത്തിലാകുന്നല്ലോ. അവിടെയും ദൈവിക ആലോചന ഏവർക്കും ലഭിച്ച്
സമാധാനകരമായ അന്തരീക്ഷം ഉണ്ടാകത്തക്കവണ്ണം, സമാധാനം നിലനിൽക്കത്തക്കവണ്ണം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ നാളുകളിലെ ആയുസ്സിലെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ പേരുകൾ ഞാൻ വായിക്കാം. പ്രിയമുള്ളവരെ, ഒരു ആയുസ്, ഒരു വർഷം പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്നത് എത്ര വിലപ്പെട്ട ഒരു അനുഗ്രഹമാണ്. അതിനാൽ ഈ പേരുകൾ വായിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള അവരുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരുന്നതിന് വേണ്ടി 27-ാം തീയതി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഷേർലി ബിജു, 27-ാം തീയതി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എബി എബ്രഹാമിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 27-ാം തീയതി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഫെറീന ഫെർണാണ്ടസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 28-ാം തീയതി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഫിലിപ്പ് യോഹന്നാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ 4 പേരും നാളെയും അടുത്ത ദിവസവും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നല്ലോ. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ജോസ് നെൽസൺ ആൻഡ് ജിനിമോൾ ജോസ്, ഇന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ എല്ലാ വിഷയവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോട് കൂടെ കൂട്ടായ്മയിലായിരുന്നു നമ്മുടെ ഓർഗനൊക്കെയും വായിച്ചുകൊണ്ടിരുന്നതായ ഡോക്ടർ ബെഞ്ചമിൻ ഐസക് ജോൺ ആൻഡ് ഈ മാസം 3-ാം തീയതി മണ്ടയിലെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നല്ലോ. ആ മകന് വേണ്ടി ദൈവം ഒരുക്കിയ റിയ രാജു ജോർജ്, ഡോക്ടർ റിയ, ആ മകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞായറാഴ്ച നടക്കുന്ന ആ വിവാഹം അനുഗ്രഹപ്രദമായി നടക്കത്തക്കവണ്ണം ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി, തുടർന്നുള്ള അവരുടെ കുടുംബ ജീവിതം, 2 കുഞ്ഞുങ്ങളും മെഡിക്കൽ ലൈനിലുള്ളവരാണല്ലോ. അവരുടെ ശുശ്രൂഷ അനേകർക്ക് ഫലപ്രദമായി തീരത്തക്കവണ്ണം പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷയവും ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് നമ്മുടെ മധ്യേ ദൈവവചനവുമായി കടന്നു വന്നിരിക്കുന്ന ഡോക്ടർ നെൽസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയ മത്തായി സാറിന്റെ മകനാകുന്നല്ലോ. നാട്ടിലെ EGM ഓഫ് ഇന്ത്യയുടെ നാമത്തില് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ടിരുന്ന ദൈവദാസന് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നതാകുന്നു. ഇന്ന് നമുക്ക് ആവശ്യമായ വചനം ദൈവം നൽകി തരത്തക്കവണ്ണം ആ പരിശുദ്ധാത്മാവിനെ കർത്താവെ പ്രിയ മകനെ നിറയ്ക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രിയ നെൽസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷയവും ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് നമ്മളോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ വിഷയങ്ങൾ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവായ ദൈവമേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഒരു ഞായറാഴ്ച ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ തന്നതിനായിട്ട് സ്തോത്രം. ഈ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച കർത്താവേ, അവിടുത്തെ കരുണ കൃപയൊന്ന് മാത്രമാണല്ലോ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാന് ആ ഒരു വലിയ പദവി ഞങ്ങൾക്ക് തന്നിരിക്കുന്നുണ്ട്. സ്തോത്രം. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാനുള്ള ഒരു വലിയ പദവി ഞങ്ങൾക്ക് തന്നതിനാണ് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അനേക വിഷയങ്ങളെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ രോഗികൾക്ക് ദൈവം കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം. ഇപ്പോഴും ശാരീരികമായ ചെറിയ പ്രയാസത്തിൽ കൂടി കഴിയുന്നവരുണ്ടല്ലോ, ഞങ്ങൾ വിശ്വാസത്തോടുകൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രിയ സംശുദ്ധീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്യാൻസറിന്റെ സർജറി നടക്കേണ്ടതാണല്ലോ. ജെറമ്യാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ഓപ്പൺ ഹാർട്ട് സർജറി നടക്കണം. ഈ 2 പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആയുസ്സിലെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവിടുന്ന് ദൃഷ്ടി വെച്ച കർത്താവാകുന്നുണ്ട്. സ്തോത്രം. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ദൈവത്തിന് മഹത്വം കരയറ്റിന്, ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാന് അവരെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നെൽസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കുടുംബ ജീവിതവും അനുഗ്രഹപ്രദമായി തീരത്തക്കവണ്ണം ദൈവമേ, ജോസ് നെൽസനെ വൈഫ് ജിനിമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മഹത്വം കരയേറ്റ് മുന്നോട്ട് ജീവിക്കാൻ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഗായക സംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിൽ ആരാധിക്കത്തക്കവണ്ണം കർത്താവെ, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകളെ ദൈവനാമം മഹത്വത്തിനായിട്ട്, സമയപരിമിതികളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാന് ദൈവം അവരെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന സജിയെയും പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം നടത്തി, തടസ്സങ്ങളൊന്നും കൂടാതെ ആ ടെക്നോളജിയൊക്കെ ദൈവമേ
ക്രമീകരിക്കുവാൻ പ്രിയ മകനെ അവിടുന്ന് ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാം കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Praise the Lord. Hallelujah. ദൈവജനമേ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുകയാണല്ലോ. ഈ സമയം അല്പനേരം കർത്താവിനെ ആരാധിക്കാനായി നാം പോവുകയാണ്. ഈ ഹാളിലും ഈ ശബ്ദപരിധി ഉള്ളിൽ സൂമിലുമായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് കേൾപ്പിച്ച അതിമനോഹരമായ ഒരു സങ്കീർത്തന ഭാഗം നാം കേട്ടു. പല വിഷയങ്ങളെ നമ്മൾ കർത്താവിന്റെ മുമ്പാകെ വെച്ചു. രോഗത്തിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. വിവിധങ്ങളായ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിലും ഏഴകളും യാതൊരു യോഗ്യതയിൽ നമ്മളെ കർത്താവ് അവന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ആരോഗ്യവും ബലവും തന്ന് നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യവും ഏതാണ്ട് 13-ാമത്തെ വാക്യവും ഒരുപോലെയാണ്. 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ജനമേ കേൾക്കാം, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അതിന്റെ 13-ാമത്തെ വാക്യവും ഇങ്ങനെയാ പറയുന്നത്: അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. അതെ, ദൈവം നമ്മളോട് പറയാണ്, മകനെ, മകളെ, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം നിന്റെ രോഗത്തിൽ നിന്ന്, നിന്റെ വേദനകളിൽ നിന്ന്, നിന്റെ ഭാരത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് വിടുവിച്ചു. എന്നാൽ നീ എൻ്റെ വാക്ക് കേൾക്കുവാൻ തക്കവാണ്. നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഹൃദയംഗമായി നാം ഒന്ന് ചിന്തിക്കുമോ? നമ്മൾ എത്ര പ്രാവശ്യം എൻ്റെ യേശുവിനെ തള്ളി പറഞ്ഞു. അവനെങ്കിലും നമ്മളെ സ്നേഹിക്കുകയല്ലേ? അതിൻ്റെ 14 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളെ നേരെ എൻ്റെ കൈകളെ തിരിക്കുമായിരുന്നു. അവസാനം ഇങ്ങനെയാ പറയുന്നത്: അവന് മേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. ഹല്ലേലൂയ. എന്താണ് കാരണം? കർത്താവേ, നീ 8-ാം വാക്യം എങ്ങനെയാ പറയുന്നത്? എൻ്റെ ജനമേ കേൾക്കാം, ഞാൻ നിന്നോട് സാക്ഷ്യം പറയുന്നു. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. വാക്ക് കേട്ടാൽ അവൻ തരുന്ന അനുഗ്രഹമാണ്. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് നമ്മളെ നിലനിർത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപ. ഈ കൃപ അനുഭവിച്ചവരല്ലയോ നാം? എന്നാൽ ഏതെങ്കിലും രീതിയിൽ അവനിൽ നിന്ന് അകന്നു പോകുവാൻ സാഹചര്യം നമ്മളെ മുഖാന്തരമാക്കിയെങ്കിൽ ഈ പകൽക്കാലം വീണ്ടും അവൻ, ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, വീണ്ടും അവൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്: നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു, നീ എൻ്റെ ശബ്ദം കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവ് നമ്മൾക്ക് ഒരു അഷ്വറൻസ് തന്നിട്ടുണ്ട്. അതാണ് പാട്ടുകാരൻ പറയുന്നത്: കാൽവറി കുരിശിന്മേൽ കാരിലും പാടുകളാൽ ക്രൂശിതനായ എന്നേശുനാഥ, ഏഴയിൽ കനിയണമേ. അതെ, കാൽവറിയിലെ ക്രൂശ്, ഹല്ലേലൂയ, കാൽവറിയിൽ ചിന്തിയ രക്തം, ഹല്ലേലൂയ, നമ്മുടെ സർവ്വ പാപവും പോക്കി നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം ശക്തമായ ഒരു രക്തത്തിന്റെ തണലിലാണ് നാം ആയിരിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവവൈതലിൽ നാം ആയിരിക്കുന്ന ഇടത്ത് എഴുന്നേറ്റ് നിന്ന് അല്പസമയം എൻ്റെ കർത്താവിനെ ഉള്ളം കൊണ്ട് ആരാധിക്കാനായി പോവുകയാണ്. പാട്ടുകാരൻ ഇങ്ങനെയാ പറയുന്നത്: ഹല്ലേലൂയ, അവിടുന്ന് എനിക്കായി സഹിച്ച കഷ്ടത എത്രയോ കഠിനം. ആ കുരിശിലേക്കൊന്ന് നോക്കിയാട്ട് കാൽവറി ക്രൂശ് വരട്ടെ. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗത്തെ ഒന്ന് ഓർത്താട്ടെ. അവിടുന്ന് എനിക്കായി സഹിച്ച കഷ്ടത എത്രയോ കഠിനമത്രയും. എൻ്റെ പേർക്കായി ഏറ്റതാം വേദന ഓർക്കുമ്പോൾ എൻ്റെ വേദന ഏതുമില്ല. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി സർവ്വ വേദനയും ഏറ്റെടുത്ത് നമ്മുടെ പാപം ചുമലിൽ വഹിച്ച ഒരു കർത്താവിന്റെ പാദപീഠത്തിലാണ് നാം നിൽക്കുന്നത്. ഒരിക്കൽ കൂടി അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, കർത്താവേ, എന്നെ പൂർണ്ണമായി ഞാൻ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. നീ നല്ലൊരപ്പമായി തീരുവാൻ, ആ പൊടിഞ്ഞ ഗോതമ്പ് മണിയെ, ഹല്ലേലൂയ, ഞാൻ തകർക്കപ്പെടുവാൻ തക്കോണം നിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. അതുകൊണ്ട് ശാന്തമായി നമ്മൾക്ക് ഒരുമിച്ച് ഈ ഗാനങ്ങൾ അറിയാവുന്നവർ പാടി
ഇതിന്റെ അർത്ഥം ഹാലലുയ, ഇതിന്റെ വേദന നാം ഏറ്റെടുക്കുവാൻ, എങ്കിൽ ഹാലലുയ അവൻ നമ്മുടെ പാപം മോചിപ്പിക്കുന്ന, നമ്മുടെ ഭാരങ്ങൾ മാറ്റുന്ന, നമ്മുടെ വേദനയ്ക്ക് ശമനം വരുത്തുന്ന ഒരു പകലായി തീരുവാൻ തക്കോണം കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പാടാം. കാൽവരി കുരിശിന്മേൽ കാരിരും പാണികളാൽ ക്രൂശിതനായ യേശുനാഥ ഏഴയിൽ കനിയണമേ. ആമേൻ. ഓ ഹല്ലേലൂയ. ആമേൻ. ഓ കാൽവരി കുരിശിന്മേൽ കാരിരും പാണികളാൽ ക്രൂശിതനായ യേശുനാഥ ഏഴയിൽ കനിയണമേ. കാൽവരി കുരിശിന്മേൽ കാരിരും പാണികളാൽ ക്രൂശിതനായ യേശുനാഥ ഏഴയിൽ കനിയണമേ. ക്രൂശിതനായ യേശുനാഥ ഏഴയിൽ കനിയണമേ. സഹിച്ച കഷ്ടത എത്രയോ കഠിന
ആരിലെ വേദന ഒന്നുമില്ല. എൻ്റെ വേദന ഒരു പക്ഷേ എൻ്റെ ജോലിയെ കുറിച്ചായിരിക്കാം, എൻ്റെ രോഗത്തെ കുറിച്ചായിരിക്കാം, എൻ്റെ ഭാവിയെ കുറിച്ചായിരിക്കാം. എന്നാൽ എനിക്ക് വേണ്ടി ഏറ്റതാം ഒരു കഷ്ടത കാൽവരിയിൽ ഇതെല്ലാം നേടിത്തരുവാനായി, എൻ്റെ ഭാരങ്ങൾക്ക്, എൻ്റെ പാപങ്ങൾക്ക് ഒരു മോചനം നൽകുവാനായി അവൻ ഏറ്റതാം കഷ്ടത. ഒരു നിമിഷം അവനിലേക്കൊന്ന് നോക്കിയാട്ട്, എൻ്റെ യേശു എനിക്ക് വേണ്ടി എന്ത് കഷ്ടത അനുഭവിച്ചു. ആർക്കു വേണ്ടി? ഹല്ലേലൂയ. എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ തന്നെ സ്വന്തം മകനാക്കി തീർക്കുവാൻ, എന്റെ പാപങ്ങൾ പോക്കുവാൻ, കാൽവറിയിൽ ഏറ്റ യാതന. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ നമ്മൾക്ക് ഒരു ഗാനം കൂടി പാടാം. ഈ അനുദിനം എന്നെ നടത്തുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, അനുദിനം എന്നെ പുലർത്തുന്ന ഒരു ദൈവം, അനവധി നന്മകൾ തന്നെ നൽകിടുന്ന ഒരു കർത്താവ്, എത്ര സ്തുതിച്ചാലും മതി വരാത്തൊരു കർത്താവ്. ഹല്ലേലൂയ. എന്റെ കഷ്ടതയ്ക്ക് മറുപടിയായി അവൻ ജീവൻ തന്നെങ്കിൽ ഇന്ന് അവൻ എന്നെ പുലർത്തുന്ന ദിവസത്തിനായി സ്തോത്രം ചെയ്യാം. അനുദിനം എന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. അനന്തമായ ആ തിരുകൃപ മതിയെ അനുഗ്രഹമായ ഒരു ജീവിതം എനിക്ക് ഈ ഭൂമിയിൽ നയിച്ചിടുവാൻ ഒരുമിച്ച് കരങ്ങളടിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. അപ്പാ നന്ദി, അപ്പാ സ്തോത്രം, അപ്പാ കൂട്ടിവരുത്തിയനായി നന്ദി. ഒരുമിച്ച് പാടാം. അനുദിനം എന്നെ പുലർത്തുന്ന ദൈവം. എത്ര അനുഗ്രഹമായ നടത്തുന്നു. അനുദിനമെന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. അനന്തമാം തിരുകൃപ മതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനന്തമാം തിരുകൃപ മതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അവനിലെ അനർത്ഥങ്ങളാൽ അലയുവാൻ അവൻ എന്നെ കൈവിടില്ല. അവനിലെ അനർത്ഥങ്ങളാൽ അലയുവാൻ അവൻ എന്നെ കൈവിടില്ല. അകമിതകരുവിയുള്ളതിനാ ആകുലമില്ലെനിക്കാതില്ല. അകമിതകരുവിയുള്ളതിനാ ആകുലമില്ലെനിക്കാതില്ല. അനുദിനമെന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. അനന്തമാം തിരുകൃപ മതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനന്തമാം തിരുകൃപ മതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. ജീവിതമാം പടകിൽ പൊൻതിരമാലവൻ ഞാൻ അമരത്തിൻ അഭയമനാഥനുണ്ടേ. അമരും വന്നാലും തിരമാലയുണ്ടേ. അമരത്തിൻ അഭയമനാഥനുണ്ടേ. അമരും വന്നാലും തിരമാലയുണ്ടേ. അനുദിനം പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. അനന്തമാം തിരുകൃപ മതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനന്തമാം തിരുകൃപ മതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. ശരീരം ഈ മണ്ണിൽ മണ്ണായി തീരുമല്ല. ശരീരം ഈ മണ്ണിൽ മണ്ണായി തീരുമല്ല. കരുമുതുദേഹത്തിന്റെ രസനം തേജസ്സിടുന്നൊരു ശരീരം. കരുമുതുദേഹത്തിന്റെ രസനം തേജസ്സിടുന്നൊരു അനുദിനമെന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. അനന്തമാം തിരുകൃപ മതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനന്തമാം തിരുകൃപ മതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ.
ജീവിതം നയിച്ചിടുവാൻ അനന്തമാം തിരുകൃപ മതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനന്തമായ ഹല്ലേലൂയ. ആമേൻ. അനന്തമായ തിരുകൃപയുടെ ആമേൻ. കീഴിലായിരിക്കുവാൻ Praise the എന്റെ Lord. കർത്താവേ, എന്നെ ഒരിക്കൽ ഹല്ലേലൂയ. കൂടി സമർപ്പിക്കുന്നു. കുറവൊക്കാതെ കാൽവരിയിൽ എനിക്ക് അവസാന തുള്ളി ആമേൻ. രക്തം തന്ന് എന്നെ വീണ്ടെടുത്ത ദൈവമേ, നിന്റെ അനന്തമായ കൃപയുടെ കീഴിൽ എന്നെ നീ ചേർക്കുമോ? അത് മാത്രം മതി. അനുഗ്രഹമുള്ള ഒരു ജീവിതം നയിച്ചിടുവാൻ ഹല്ലേലൂയ. എന്റെ കൃപ മാത്രം മതി. അമ്മ അടിയങ്ങളെ കുടുംബമായി താഴ്ത്തി അനുഗ്രഹിച്ച Praise the Lord. ഓ തന്ന സങ്കീർത്തനത്തിനായി, ആമേൻ. ഓ നമ്മൾ വെച്ച വിഷയങ്ങൾക്കായി, ഹല്ലേലൂയ. തന്ന ഗാനത്തിനായി, അനുഗ്രഹത്തിനായി Praise the Lord. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 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 ശാന്തമായി ഇരുന്ന ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ലഭിച്ചതായ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായിട്ട് ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന ഡോക്ടർ നെൽസൺ മാത്യു വാലെ, നേരത്തെ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ബഹുമാനപ്പെട്ട VP മത്തായി സാറിൻ്റെ മകനാണ് ഡോക്ടർ നെൽസൺ. മത്തായി സാറിനോട് ചേർന്ന് EGM ഓഫ് ഇന്ത്യയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇന്ത്യയുടെ അനേക സംസ്ഥാനങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബമായിട്ട് ഡോക്ടർ നെൽസൺ ആ ശുശ്രൂഷയിലായിരുന്നു. ഡോക്ടർ നെൽസൺ PhD ആൻഡ് MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയിലെ കുറച്ച് വർഷങ്ങളെ നാട്ടിൽ ജോലി ചെയ്തു. എന്നാൽ കുടുംബമായിട്ടൊക്കെ ആകുന്നുകൊണ്ട് മത്തായി സാർ എന്നോട് കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ പറഞ്ഞത്, മോനെ ദുബൈയിലേക്ക് UAE വരുന്നുണ്ട്. ഡോക്ടർ നെൽസന്റെ സിസ്റ്റർ കുടുംബമായിട്ട് ഫുജൈറയിലുണ്ട്. 1-2 വർഷം അവിടെ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ശുശ്രൂഷകളൊക്കെ ഉണ്ട്, എന്നാലും 2 വർഷമെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനാൽ ഒരു ജോലിയും അന്വേഷിച്ചാണ് ഡോക്ടർ ഈ UAE കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കുക, ഇവിടെ ദൈവം കൊടുക്കുന്ന ആ വർഷം നമുക്കൊന്നിച്ച് ആരാധിക്കത്തക്കവണ്ണം ഈ ശുശ്രൂഷയിലായിരിക്കുവാന് ദൈവഹിതം പോലെ നടക്കട്ടെ. പ്രത്യേകം ഡോക്ടർ നെൽസനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവഹിതം ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ കടന്നു വന്നു. അപ്രകാരമെങ്കിൽ നല്ലൊരു ജോലി ലഭിച്ച് ഈ ദേശത്തെ നല്ലൊരു ശുശ്രൂഷ, ഓഫ് കോഴ്സ് മടങ്ങിപ്പോകും ചില വർഷങ്ങൾക്ക് ശേഷം. എന്നാൽ ഡോക്ടർ നെൽസൺ നല്ലൊരു പാട്ടുകാരനുമാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഡോക്ടർ നെൽസനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പാടി നിർത്തിയതുപോലെ അനുദിനം എന്നെ നടത്തിയ ദൈവം. ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ പറഞ്ഞു 40 വർഷത്തോളമായി ഇവിടെ ഇപ്രകാരം ഈ ഒരു കൂട്ടായ്മ ആരംഭിച്ചത്. നമ്മയൊക്കെ വിവിധ ദേശങ്ങളിലും വിവിധ ഇടങ്ങളിലുമായിരുന്ന നമ്മെ ഇത്രത്തോളം നടത്തുകയും നമ്മെ സഹായിക്കുകയും നമ്മെ കൊണ്ടുവരികയും ചെയ്ത, നമ്മെ നിലനിർത്തിയ ഒരു ദൈവം ഇന്ന് ഇപ്രകാരം ഈ ഹാളിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. നമുക്ക് നന്ദിയോടെ അവനെ സ്തുതിക്കാം. എത്രയും സ്നേഹമുള്ള തോമസ് അങ്കിൾ, ഇവിടെ ആയിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും വലിയവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. എൻ്റെ പപ്പ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഇപ്രകാരം നിങ്ങളുമായിട്ട് ഇങ്ങനെ കൂട്ടായ്മയെ ആചരിപ്പാൻ ദൈവം എന്നെയും സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു.
നമുക്ക് അല്പസമയം ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 137 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 137 സങ്കീർത്തനം 1 മുതൽ 4 വരെ. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെയും കിരീടങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ട് പോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞു. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിന്റെ വചനത്തിന്റെ മുൻപാകെ അല്പസമയം ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നീ ഞങ്ങളോട് സംസാരിക്കണം, നീ ഞങ്ങളോട് ഇടപെടണം. നാളിതുവരെയും ഞങ്ങൾ നടത്തിയത് നിന്റെ വചനവും നിന്റെ ശബ്ദവുമാണ്. കർത്താവേ, ഞങ്ങൾ കുഴഞ്ഞ സമയത്ത്, ഞങ്ങൾ ആകുലപ്പെട്ട നിമിഷങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ആകുലപ്പെട്ടപ്പോൾ നിന്റെ ഇമ്പമേറിയ ശബ്ദമാണ് ഞങ്ങൾ ഇന്ന് വരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ വചനം ഞങ്ങൾക്ക് ആവശ്യമാണ്. നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുക. നിന്റെ ഇമ്പമേറിയ സ്വരം കേൾക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവിടുന്ന് കൃപയോടെ സ്വീകരിക്കുമാറാകണമെന്ന് കാണുന്നു. 137 സങ്കീർത്തനം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ചില സങ്കീർത്തനങ്ങളിൽ നമുക്കറിയാം അതിന്റെ ആരംഭത്തിൽ തന്നെ അതിന്റെ ലേഖകൻ അത് ആരാണ് എഴുതിയത് എന്ന് എഴുതിയിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഇത് ആരാ എഴുതിയ എന്നുള്ളൊരു സൂചന നമുക്ക് അവിടെ ഇല്ല. ആരാണ് ആ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് അറിയില്ല. എങ്കിലും അവിടെ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് ഒരു കാലത്ത് ഇസ്രായേൽ ജനം കടന്നുപോയ പ്രവാസത്തിന്റെ നടുവിലൂടെ ആ പ്രവാസം അനുഭവിച്ച ആരോ ഒരാളാണ് ഇത് എഴുതിയതെന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങളിൽ നമ്മെ ഒരുപാട് ചലിപ്പിക്കുന്ന വേദനാജനകമായ ഒരുപാട് ഭാരങ്ങൾ പ്രകടമാക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഇസ്രായേൽ ജനത്തിന്റെ പ്രവാസത്തിലൂടെ കടന്നുപോയി ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആഴമായ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള അവരുടെ ആഴമായ ആ ഒരു ലോങ്ങിങ്നെസ്, ആ ഒരു താല്പര്യം, വ്യഗ്രത, ആ ഒരു വാഞ്ച നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ പ്രവാസകാലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കണമെങ്കിൽ ബാബിലോൺ പ്രവാസകാലം നെബൂഖദ്നേസർ രണ്ടാമന്റെ കാലഘട്ടത്തിൽ അവൻ ഇസ്രായേലിനെ യെരുശലേമിനെ ആക്രമിച്ചു, ദേവാലയം അവൻ നശിപ്പിച്ചു, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ അവൻ പ്രവാസത്തിലേക്ക്, അതല്ലെങ്കിൽ അവരുടെ ദേശത്തേക്ക് ബാബിലോണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് നമുക്കറിയാം. അങ്ങനെ ഏകദേശം 586 586 BC നെബൂഖദ്നേസർ ദേവാലയം നശിപ്പിച്ച് ഇവരെ ബാബിലോണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആയിരക്കണക്കിന് ഇസ്രായേലർ അതിന്റെ നടുവിലുണ്ടായിരുന്നു. നമ്മിലേക്ക് നോക്കിയാൽ നമ്മൾ എവിടേക്കോ നമ്മളുടെ ആഗ്രഹം കൊണ്ടും നമ്മുടെ താല്പര്യം കൊണ്ടുമാണ് നമ്മൾ നമ്മളുടെ ദേശം വിട്ട് വന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശത്രു വന്ന് ആക്രമിച്ച് ഇവരെ കീഴടക്കി അവരെ അടിമകളാക്കി മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത്. വിദേശമായിട്ടുള്ള ഒരു ദേശത്ത് അടിമകളായി കൊണ്ടുപോയ ആ ജനം അവർ അവരുടെ വീടിൽ നിന്നും ഭവനത്തിൽ നിന്നും ഏറെ ദൂരെയാണ്. അവർ വളർന്ന ദേശമല്ല ഇപ്പോൾ അവരുടെ ദേശം. അവർ കണ്ട് ശീലിച്ച രംഗങ്ങളല്ല ഇപ്പോൾ അവരുടെ കണ്ണിന് മുന്നിലുള്ളത്. അവരുടെ ബന്ധങ്ങളിൽ ഉറ്റവർക്കൊക്കെ വ്യത്യാസങ്ങൾ വന്നു. അവർ പലയിടങ്ങളിലായി ചിതറപ്പെട്ടു. അവർ നടന്ന തെരുവുകളല്ല ഇപ്പോൾ അവരുടെ പാർപ്പിടങ്ങൾ. എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ കുറെ അനുഭവങ്ങളുമായിട്ട്
മറ്റൊരു ദേശത്ത്, മറ്റൊരു രാജ്യത്ത് അവർ അടിമകളായി, പ്രവാസികളായി ജീവിക്കുന്ന ഒരു ഒരു ഭയാനകമായ ഒരു ചിത്രമാണ് നമുക്ക് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പശ്ചാത്തലം എന്നതാണ്. സങ്കീർത്തനം എഴുതുന്നതിന്റെ ആ പശ്ചാത്തലം. ബാബിലോണിലേക്ക് പോയ ആ ജനം പ്രവാസത്തിൽ അവർ ജീവിക്കുമ്പോൾ ഫിസിക്കലി അവർ അവരുടെ ദേശത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ശരിയാണ്. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അവർക്ക് അവരുടെ ദേവാലയമില്ല, അവർക്ക് അവരുടെ ദേശം അവരുടെ കയ്യിലില്ല, അവർ വിദൂരങ്ങളിൽ മറ്റൊരു ദേശത്ത് പാർക്കുന്നു. പക്ഷെ എന്നാലും അതിന്റെ നടുവിൽ അവർ പ്രവാസം നമ്മെ കാണിക്കുന്നത് ആത്മീയമായ ഒരു വരൾച്ചയുടെ ഒരു കാലഘട്ടമാണ് പ്രവാസം നമ്മളുടെ മുൻപിൽ കാണിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദേവാലയം അവരുടെ ആരാധനയുടെ മെയിൻ പ്പെട്ട ഘടകമാണ്. എന്നാൽ ആലയം ഇപ്പോ അവരുടെ നടുവിലില്ല. ആണ്ടുതോറും നടത്തുന്ന ഓരോ ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ പെരുന്നാളുകളില്ല, ആചാരങ്ങളില്ല, ഒന്നും അവർക്ക് പറയാനായിട്ടില്ല. അവർ ഇതിൽ നിന്നെല്ലാം അകന്ന് മാറി ഒരു വരൾച്ചയുടെ ഒരു കാലഘട്ടത്തിലൂടെ അവരുടെ ജീവിതം കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ആലയങ്ങൾ നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു, അവരുടെ ആചാരങ്ങൾ നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് അവർ ജീവിച്ച ഇസ്രായേൽ ജനം, അവർക്ക് യഥാർത്ഥത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോ അവർക്ക് അവരുടെ ഐഡന്റിറ്റിയും അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ജനം എന്നുള്ള ആ ഒരു ഐഡന്റിറ്റി എവിടേക്കോ അത് ത്രട്ടൺ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അവർ എത്തി നിൽക്കുകയാണ്. അവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം അതിന്റെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വരൾച്ചയുടെ കാലഘട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിലും കടന്നു വരും. ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന, ദൈവത്തിൽ നിന്നും ദൂരെയായി ജീവിക്കുന്ന, ദൈവത്തിന്റെ വചനങ്ങൾക്ക് യാതൊരു സ്വാധീനവും നമ്മിൽ ചെലുത്താൻ കഴിയാത്ത ഒരു വരൾച്ചയുടെ കാലഘട്ടങ്ങൾ ഒരുപക്ഷെ നമ്മൾ നമ്മളുടെ പിന്നിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെ ഒരു വരൾച്ചയുടെ കാലഘട്ടം നമുക്കും പറയാനായിട്ടുണ്ടാകും. ഒരുപക്ഷെ ഇന്ന് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണോ നാം പോകുന്നത്? ആരാധനയുണ്ട്, ആലയത്തിൽ പോകുന്നു, ആത്മീയമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, പക്ഷെ ഹൃദയത്തിൽ വരൾച്ചയുടെ ഒരു കാലഘട്ടമാണോ? വരൾച്ച നമ്മൾ നമ്മളുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്നുണ്ടോ എന്ന് നാം നമ്മിലേക്ക് തന്നെ ചിന്തിക്കും. ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന പ്രവാസത്തിന്റെ ഒരു കാലഘട്ടം. നമ്മൾ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് വരുമ്പോൾ, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. എവിടെയാണ് ഇന്ന് ഇസ്രായേൽ ജനം ഇരിക്കുന്നത്? അവർ യെരൂശലേമിലല്ല ഇരിക്കുന്നേ, അവർ അവരുടെ സ്വദേശത്ത് ആ വാഗ്ദത്ത നാട്ടിലല്ല ഇരിക്കുന്നേ. അവർ ഇരിക്കുന്നത് ബാബേൽ ദേശത്ത്, നദികളുടെ തീരത്ത് അവർ ഇരിക്കുകയാണ്. അവരുടെ ഇരിപ്പിടം മാറി. അവർ ഇന്ന് നദികളുടെ ഇടയിൽ അവർ ഇരിക്കുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. എന്താ അവരുടെ വികാരം? അവർ സിയോനെ ഓർത്ത്, യെരൂശലേമിനെ ഓർത്ത് അവർ കരയുന്നതായിട്ട് നമുക്ക് കാണാം. ഹൃദയം കൊണ്ട് പ്രവാസത്തിലിരുന്ന്, ദൂരദേശത്തിരുന്ന്, തങ്ങൾ എവിടെ നിന്ന് വന്നുവോ ആ ദേശത്തെ ഓർത്ത്, അവിടെ അനുഭവിച്ച നന്മകളെ ഓർത്ത്, ആ ദേശത്തെ ഓർത്ത് അവർ കരയുന്നു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ബാബേലിലെ വൃക്ഷങ്ങളിന്മേൽ അവർ അവരുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. കാരണം ഇന്ന് കിന്നരം അവർ ഉപയോഗിക്കുന്നില്ല, അവർക്ക് ഉപയോഗിക്കാൻ അത് സാധിക്കുന്നില്ല. കിന്നരമുണ്ട്, പക്ഷെ അത് ആ വൃക്ഷത്തിന്റെ മുകളിൽ അവർ തൂക്കിയിട്ടിരിക്കുകയാണ്. അവരുടെ പാട്ട് നിലച്ചു. അവർക്കിന്ന് കരച്ചിലാണ്. സന്തോഷത്തിന്റെ ആ ദിവസങ്ങൾ അവർക്ക് പോയിരിക്കുന്നു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും, ഞങ്ങളെ പീഡിപ്പിക്കുന്നവർ
സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ബാബേലിലുള്ള ജനങ്ങൾ എന്താണ് ചെയ്തത്? അവർ ഇവരോടൊരു പാട്ട് പാട്, നിങ്ങൾ സിയോനെ കുറിച്ച് നല്ല പാട്ട് പാട്, സ്തുതിഗീതങ്ങൾ നിങ്ങൾ പാട് എന്നെല്ലാം ഇവരോട് പറയുമ്പോൾ ഇവർക്ക് പറയാനുള്ളത് ഇതാണ്: ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് ഞങ്ങൾ പാടുന്നത് എങ്ങനെ? ഇതാണ് പ്രിയമുള്ളവരെ ഇസ്രായേൽ ജനം അവർ കടന്നു പോകുന്ന അവസ്ഥ എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ വരൾച്ചയുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രവാസത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമുക്ക് ആദ്യമേ തന്നെ അതിനെ മറികടക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണോ അല്ലയോ ഇരിക്കുന്നത് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നിടത്താണ് അതിനെ ഓവർകം ചെയ്യാൻ, ആ ഒരു സ്പിരിച്വൽ ഡ്രൈനസ്, ആ ഒരു ആത്മീയമായ ആ ഒരു വരൾച്ചയെ നമുക്ക് അതിജീവിക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്നുള്ളത് നമ്മൾ സ്വയം നമ്മിലേക്ക് തന്നെ. എങ്ങനെയുണ്ട് നമ്മളുടെ ആത്മീയ ജീവിതം? ദൈവവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം ഇന്ന് എങ്ങനെ പോകുന്നു? ദൈവവുമായി നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ എത്രത്തോളം ഉണ്ട്? അവൻ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് ആരാണ്? എത്ര ക്ലോസ് ആണ് ദൈവം? പ്രിയമുള്ളവരെ, ഈ പ്രവാസ ജീവിതത്തിൽ നാം ദൈവത്തിൽ നിന്നും അകലെയാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ സ്വയമായിട്ട് ഒന്ന് ആത്മപരിശോധന നമുക്ക് നടത്താം. എങ്ങനെയുണ്ട് എൻ്റെ ആത്മീയ ജീവിതം? നമ്മൾ 137 സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളിലെ ആ ഒരു വ്യഗ്രത, ആ ഒരു ആഗ്രഹം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 5-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യെരൂശലേമേ, ഞാൻ നിന്നെ മറക്കുന്നു എങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. ഞാൻ നിന്നെ ഓർക്കാതെ പോയാൽ, യെരൂശലേമിന് എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകും. പ്രിയമുള്ള, അത്രത്തോളം അവർ അവരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകാൻ അവർ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുകയാണ്. അത്രത്തോളം അവർ മനോവ്യസനപ്പെടുകയാണ്, അവർ കരയുകയാണ്. അവർ ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ് അവർ മിസ് ചെയ്യാനായിട്ട് തുടങ്ങി. യെരൂശലേം വിട്ട് ബാബിലോണിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു മിസ്സിങ്. നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ ഭവനങ്ങളെയൊക്കെ വിട്ട് നമ്മളുടെ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ നമ്മളുടെ ഹൃദയങ്ങളിൽ ഒരുപക്ഷെ ആ ഒരു മിസ്സിങ് കടന്നു വന്നിട്ടുണ്ടാകാം. നമ്മളുടെ നാട്, നമ്മളുടെ ചുറ്റുവട്ടങ്ങൾ, നമ്മളുടെ ബന്ധുമിത്രാദികൾ, ഇങ്ങനെയുള്ള ആ ഒരു മിസ്സിങ്, അത് പ്രവാസികൾക്ക് സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇതുപോലെ ഇവരെ നിർബന്ധപൂർവം ഇവരെ മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ ആലയത്തെ അവർ മിസ് ചെയ്തു, അവരുടെ ആരാധന അതവർ മിസ് ചെയ്യാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ ഒരു മിസ്സിംഗ് ആണ് തിരിച്ചു വരവിലേക്കുള്ള അതിനെ സഹായിക്കുന്ന ഒരു ഘടകം. ദൈവത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി നമ്മളുടെ ഹൃദയം കാംക്ഷിക്കുന്നുണ്ടോ? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ ഹൃദയം നിന്നിലേക്ക് പറ്റിച്ചേരാനുള്ള ഹൃദയത്തിലെ ആഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം ഒന്ന് ശാന്തമായി ചിന്തിക്കും. ചെന്നു ഇരിക്കുന്നു, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ആ ഒരു ലോങ്ങിങ്നെസ്, ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള നമ്മളുടെ ആ താല്പര്യം, ആ ഒരു വ്യഗ്രത, എത്ര ദിവസമായി നമ്മൾ ആ ഒരു താല്പര്യത്തോടെ, ആ ഒരു ആകാംക്ഷയോടെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് എത്ര നാളായി? ആ ഒരു പ്രസൻസ് അനുഭവിച്ചിട്ട് ഇന്ന് എത്ര നാൾ? പ്രിയമുള്ളവരെ, നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കി ദൈവം നമ്മളെ ഉണർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്, നമ്മെ ഒന്ന് ഇളക്കാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളെ മെല്ലെ ഒന്ന് സ്റ്റിർ ചെയ്ത് വിടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഹൃദയത്തിൽ അവൻ നമ്മളെ ഒന്ന് തിളപ്പിച്ച് വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ദൈവം നമ്മെ ഉണർത്താനായി ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് അവർക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, പ്രവാസത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ അവർക്ക് ദുഃഖമായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. അതിൻ്റെ നടുവിൽ അവരുടെ ഹൃദയത്തിൽ ആ ഒരു താല്പര്യം ജനിച്ചു. മടങ്ങിപ്പോകണം, എനിക്ക് തിരിച്ചു പോകണം, ദൈവത്തിങ്കിലേക്ക് മടങ്ങണം, ആ ആരാധനയിലേക്ക് മടങ്ങണം. ആ ഒരു താല്പര്യം ഇന്ന് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ ദൈവം നമ്മെയും അവൻ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് അവൻ നമ്മെയും എടുത്തുപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഒരു കുട്ടി, ആ കുട്ടി ഭവനത്തിൽ നിന്നും ദൂരേക്ക് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, അവൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു തിരിച്ചു പോകണം, അമ്മയുടെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും ആ ഒരു കെയറിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള താല്പര്യം, അല്ലെ, ഗ്രഹാതുരത്വം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ ഇന്ന് ആ ഒരു ഗ്രഹാതുരത്വം, അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലാനുള്ള ആ ഒരു ഗ്രഹാതുരത്വം ഇന്ന് നമ്മളിലും വന്ന് നിറയും. മുടിയനായ പുത്രൻ അവൻ അവൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം വിട്ടിട്ട്, അപ്പൻ്റെ ഭവനം വിട്ടിട്ട്, അവന് ശരിയാണ് എന്ന് തോന്നിയ വഴിയിലൂടെ അവൻ സഞ്ചരിച്ചു. എന്നാൽ ജീവിതത്തിന്റെ ഒരറ്റത്ത് അവൻ എത്തി നിന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ആ ഒരു ലോങ്ങിങ്നെസ് ഉണ്ടായി. പിതാവിൻ്റെ ഭവനത്തെ ഓർത്തുള്ള ആ ഒരു വാഞ്ച, അവിടെ അവൻ അനുഭവിച്ച നന്മകളെ പറ്റിയിട്ടുള്ള ഒരു വാഞ്ച. പ്രിയമുള്ളവരെ, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല, ആത്മീയമായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലാൻ ആ ഒരു ലോങ്ങിങ്നെസ് ഇന്ന് നമ്മളുടെ ഹൃദയത്തിൽ അവൻ നമ്മെയും അതിനു വേണ്ടിയിട്ട് നിറയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അവനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം അവനെക്കുറിച്ച് തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളുടെ നടുവിൽ, നമ്മൾ കടന്നു പോകുന്ന ഓരോ സമ്മർദ്ദങ്ങളുടെ നടുവിൽ, ജോലി ഭാരങ്ങൾ, കുടുംബത്തിലെ ഭാരങ്ങൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മധ്യേ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ്റെ ഭവനത്തിലേക്ക് അവൻ നമ്മെ വീണ്ടും മടക്കി വിളിക്കുകയാണ്. ആ ഒരു ലോങ്ങിങ്നെസ് അവൻ ഇന്ന് നമ്മളുടെ ഹൃദയങ്ങളിൽ അധികമായി വർദ്ധിക്കണം. ഇപ്പോൾ മടങ്ങി വരുന്നതിനുള്ള ആ ഒരു റീസ്റ്റോറേഷനിലേക്ക് കടന്നു വരണമെങ്കിൽ ഇന്ന് അവർ പ്രവാസികളായും മറ്റൊരു ദേശത്ത് അവർ പാർക്കുകയാണ്. എന്നാൽ അവിടെ നിന്നും ഒരു മടങ്ങിപ്പോക്കാണ്, ഒരു തിരിച്ചുവരവാണ് അവരുടെ മുന്നിലെ അവർ ആഗ്രഹിക്കുന്ന വിഷയം എന്നുള്ളത്. എങ്ങനെ അത് സാധിക്കും? എങ്ങനെ ഈ പ്രവാസത്തിൽ നിന്നും മടങ്ങി സ്വദേശത്തേക്ക് വരാനായിട്ട് സാധിക്കും? ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന നമുക്ക്, അകന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കും? ഇന്ന് നമ്മളുടെ ഉള്ളിൽ അതിനുള്ള ആഗ്രഹമുണ്ട്. ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലാനുള്ള ആഗ്രഹം നമ്മിലുണ്ടോ? മടങ്ങി വരുന്നതിന് മുൻപ്, തിരിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അവൻ ചില കാര്യങ്ങൾ നമ്മിൽ ചെയ്തിട്ട് അവൻ നമ്മെ മടക്കി കൊണ്ടുവരും. ഇസ്രായേൽ ജനം അവർ പ്രവാസകാലത്ത് അവർ ആഗ്രഹിച്ച സമയത്ത് ഉടനെ ദൈവം അവരെ മടക്കിക്കൊണ്ട് വന്നില്ല. പ്രവാചകന്മാർ മുന്നമേ തന്നെ പ്രവചിച്ചു, ഇത്ര ആണ്ടോളം 70 വർഷത്തോളം നിങ്ങൾ അവിടെ അടിമകളായി നിങ്ങൾ ജീവിക്കും, പ്രവാസികളായി നിങ്ങൾ അവിടെ ജീവിക്കുമെന്ന് പ്രവചിച്ചു. വിചാരിച്ച സമയത്ത് പെട്ടെന്ന് ആ ഒരു റീസ്റ്റോറേഷൻ ഉണ്ടായില്ല. അതിന് സമയമില്ല. അതിൻ്റെ നടുവിൽ ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു പുതിയ മേഖലകൾ കൂടെ കടത്തിക്കൊണ്ടുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എപ്പോഴും റെസ്റ്റോറേഷന് മുൻപ് ഒരു റിന്യൂവൽ ദൈവം നടത്തും. നമ്മിൽ ചില മാറ്റങ്ങൾ അവൻ നമ്മിൽ ഉളവാക്കും. നമ്മിൽ ചില മാറ്റങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ അവൻ ആ കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയുള്ളൂ. ഒരു വെയിറ്റിംഗ് പീരീഡ് അതിൻ്റെ നടുവിലുണ്ട്. ഇൻസ്റ്റന്റേനിയസ് ആണ്. ദൈവം എല്ലായ്പ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കണമെന്നില്ല എന്ന് വിചാരിച്ച് അവൻ നമ്മളെ മറന്നു എന്നും അർത്ഥമില്ല. അവൻ അവൻ്റെ സമയത്ത്, തക്കതായ ഉചിതമായ സമയത്ത് അവൻ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അവൻ പ്രവർത്തിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നമ്മിൽ ചില മാറ്റങ്ങൾ, നമ്മിലൊരു റിന്യൂവൽ അത് ദൈവം പ്രതീക്ഷിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ പ്രവാസത്തിൽ അവരെ തനിച്ചാക്കി വിട്ടില്ല. ദൈവം അവിടെയും അവർക്ക് വേണ്ട ഗൈഡൻസ് അവിടെ കൊടുത്തു.
ആ പ്രവാസകാലം എങ്ങനെ ജീവിക്കണം എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും പ്രവചനങ്ങളും കൊടുത്തിട്ടാണ് ദൈവം അവരെ അവിടെ നിലനിർത്തിയത്. പ്രവാസത്തിലാണ് എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ നിലച്ചു എന്ന് അവിടെ അർത്ഥമില്ല. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നിർത്തി എന്ന അർത്ഥമില്ല. ദൈവത്തിന്റെ കരുതൽ നമ്മെ വിട്ടു പോയി എന്നും അതിന് അർത്ഥമില്ല. അതിന്റെ നടുവിൽ ദൈവം നമ്മെ കരുതുന്നവനാണ്, നമ്മെ സൂക്ഷിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ കാലഘട്ടത്തിലേക്ക്, പ്രവാസ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ ധാരാളം പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ചു. അവരെ നിലനിർത്തേണ്ടതിന്, അവരുടെ സങ്കടം മാറ്റേണ്ടതിന്, അവരുടെ ആ വിശ്വാസത്തിൽ അവരെ നിലനിർത്തേണ്ടതിന്, ആ പ്രത്യാശയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് അനേകം പ്രവാചകന്മാരെ ദൈവം ഉണർത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഇങ്ങനെ ഹഗായി, സഖരിയാവ്, ഇങ്ങനെ ധാരാളം പ്രവാചകന്മാരെ ദൈവം അവരുടെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി. അവർക്കെല്ലാവർക്കും പറയാനുള്ള സന്ദേശം ഇതായിരുന്നു: നിങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരിയണം. അവൻ നിങ്ങളെ അനാഥരായി വിട്ടിട്ടില്ല. ജീവിക്കുന്നത് പ്രവാസത്തിലായിരിക്കും, ഏറെ അകലെയായിരിക്കാം നമ്മൾ ഇന്ന് ദൈവത്തിൽ നിന്നും വസിക്കുന്നത്. എങ്കിലും അവിടെയും അവന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ്. പലപ്പോഴും നമ്മൾ ഭൂമിയിലേക്ക് നമ്മൾ നോക്കിയാൽ, നമ്മൾ ഒരാളെ കുറച്ച് നാൾ സ്നേഹിച്ചില്ലെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോവും, നമ്മൾ നമ്മളുടെ വഴിക്ക് പോവും. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഭൂമിയുടെ ഏതറ്റത്ത് പോയി പാർത്താലും അവിടെയും അവൻ നമ്മെ തേടി വരുന്നവനാണ്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് വരൾച്ചയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും അതിന്റെ നടുവിലും അവൻ നമ്മെ തേടി വരുന്ന സ്നേഹമാണ്. ആകയാൽ ഇവിടെ ഇസ്രായേൽ ജനത്തെയും അവൻ അതുപോലെ കരുതി. അവിടെ പ്രവാസത്തിൽ അടിമകളായി അവർ ജീവിക്കുമ്പോൾ, അവരുടെ സംഗീതം നിലച്ചു പോയപ്പോൾ, അവരുടെ പാട്ട് നിലച്ചു പോയെങ്കിലും അവരെ നിലനിർത്താനുള്ള പദ്ധതികളും ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി. ബാബിലോണിലും ദൈവം ഈ ജനത്തെ അവൻ ഓർക്കുകയും അവരെ സൂക്ഷിക്കുകയും ചെയ്തു. ദൈവത്തെ അനുസരിക്കുക. പ്രവാസത്തിന്റെ നടുവിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്: നമ്മൾ ദൈവത്തെ അനുസരിക്കും. അവന്റെ വചനത്തെ നാം അനുസരിക്കണം. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദാനിയേലിന്റെ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേലിന് വേണമെങ്കിൽ അവന്റെ ആചാരങ്ങളൊക്കെ മറക്കാമായിരുന്നു. അവൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തെത്തി, അവൻ വലിയ പൊസിഷനിലായിരിക്കുന്നേ. ഇതൊന്നും ചെയ്യേണ്ട കാര്യമോ ഒന്നും അവനില്ല. എങ്കിലും അവൻ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുന്നത് അവൻ നിർത്തിയില്ല. പിതാക്കന്മാർ കൽപ്പിച്ച കൽപ്പനകൾ അതിന്റെ നടുവിലും അവൻ പാലിച്ചുകൊണ്ടിരുന്നു. അകലെയാണെങ്കിലും ദൂരത്താണെങ്കിലും ദൈവവചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ദൈവവചനത്തിന് വേണ്ടിയിട്ട് അത് അനുസരിക്കാനുള്ള ഒരു പ്രതിബദ്ധത പ്രവാസത്തിന്റെ നടുവിലും നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദൈവം ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച അനുഗ്രഹത്തിലേക്ക് അവൻ നമ്മെ നയിച്ചിട്ടുണ്ടാകാം. നമ്മൾ വിചാരിച്ചതിലും അപ്പുറം അവൻ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ടാകാം. ഭൗതികമായും എല്ലാ രീതിയിലും അവൻ നമ്മെ പരിപാലിച്ചിട്ടുണ്ടാകാം. എങ്കിലും അവിടെയെല്ലാം എത്തിച്ചേരുമ്പോൾ, ഉന്നതങ്ങളിലേക്ക് പ്രവേശിക്കും, തട്ടിട്ട മാളിക മുകളിൽ നമ്മൾ വസിക്കുമ്പോൾ ദൈവത്തെയും അവന്റെ വചനത്തെയും നമ്മൾ മറന്നുപോകും. ദൈവത്തെ അനുസരിക്കാതെ പോകരുത്. ദാനിയേൽ നമ്മളുടെ മുൻപിൽ കാണിക്കുന്ന മാതൃക അതാണ്. ഉയർന്ന സ്ഥാനത്ത് അവൻ എത്തിയെങ്കിലും അവൻ വന്ന വഴി അവൻ മറന്നില്ല. ദൈവം അവനെ കൊണ്ടുവന്ന വഴികൾ, അവനെ സൂക്ഷിച്ചത്, അവന് വേണ്ടി കരുതിയത് ദാനിയേൽ മറന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ അനുഗ്രഹങ്ങളുടെ നടുവിൽ
നമ്മൾ ദൈവത്തെ മറക്കാതെ അവനെ അനുസരിക്കുന്നത് മടങ്ങി വരവിന് നമ്മളെ സഹായിക്കും. ആത്മീയ അനുഗ്രഹത്തിലേക്ക് അത് നമ്മെ നടത്തും. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല. ചിലപ്പോൾ നമുക്ക് ആത്മീയമായി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടി എന്ന് വരും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അതിനുള്ള ഒരു പ്രചോദനം ചുറ്റുവട്ടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല എന്ന് വരും. സാഹചര്യങ്ങൾ എന്തും ആയിക്കൊള്ളും, ചുറ്റുവട്ടങ്ങൾ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, പക്ഷെ ദൈവത്തിലും അവന്റെ വചനത്തിലും നിലനിൽക്കാനുള്ള ഒരു പ്രതിബദ്ധത അവൻ നമ്മെ ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ മാറ്റത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് അത് വലിയ വലിയ ചുവടുകളല്ല. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ചെലവഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ആ സമയം അല്പം കൂട്ടാം, അതിന്റെ ക്വാളിറ്റി ഒന്ന് വർദ്ധിപ്പിക്കാം. ദൈവവചനം വായിക്കാമോ? ദൈവവചനം കേൾക്കുവാനായിട്ട് സമയം കണ്ടെത്താമോ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴികൾ അത് നമ്മെ അവങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് സഹായകമാണ് എന്ന് നമ്മൾ ഓർക്കുക. നമ്മൾ യെരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 10 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യിരെമ്യാവ് ജനത്തോട് സംസാരിക്കുന്ന വചനങ്ങൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. 11-ാം വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ അത്രേ എന്ന് യഹോവയോടെ അരുളപ്പാട്. 10-ാമത്തെ വാക്യം, അതിന് തൊട്ട് മുൻപുള്ള വാക്യം ഇങ്ങനെയാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോട് എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. പ്രവാചകന്മാർ ഇതുപോലെ ജനത്തോട് സംസാരിച്ചു. നിങ്ങളെ മടക്കി വരുത്തും ഞാൻ, നിങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ഒരു ദിവസമുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നേരെയാക്കി ശുഭകരമാക്കുന്ന ഒരു ദിവസം വരും. പ്രിയമുള്ളവരെ, എന്നാൽ അതിനൊരു കാത്തിരിപ്പുണ്ട്, അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുവരെയും നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. യിരെമ്യാ പ്രവാചകനും യെഹെസ്കേൽ പ്രവാചകനും ദാനിയേൽ പ്രവാചകനും എല്ലാം ഇപ്രകാരം ദൈവത്തിന്റെ അരുളപ്പാടുകൾ ജനത്തെ അറിയിച്ചു. അതെല്ലാം ദൈവത്തിന് ആ ജനത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു, ആ ജനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതെല്ലാം അതിലേക്ക് അവരെ ഒരുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അവരുടെ മനസ്സിനൊരു രൂപാന്തരം വരണം, അവരുടെ ഉള്ളിൽ ആ ഒരു റിന്യൂവൽ നടക്കണം. ഉള്ളിൽ റിന്യൂവൽ ഇല്ലാതെ പുതിയ സ്ഥലത്തേക്ക് പോയാലും അവർ നന്നാവില്ല എന്ന് ദൈവത്തിന് നന്നായിട്ട്. അതുകൊണ്ട് അവൻ നമ്മിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹം. ചിലപ്പോൾ നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കും, നമ്മളുടെ ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദൈവസന്നിധിയിൽ ഇരിക്കും. പക്ഷെ ഉത്തരം പെട്ടെന്ന് നമുക്ക് കിട്ടിയെന്ന് കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ആ കാത്തിരിപ്പ് പ്രയാസമുള്ളതാണ്, അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ തണുത്തു പോകാൻ സാധ്യതയുണ്ട്, വിശ്വാസം ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്, നമ്മുടെ പ്രത്യാശയിൽ നിന്നും പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിലനിന്നാൽ അവൻ ഉത്തരം തരുന്നൊരു ദിവസം വരും. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ദൈവം ഞങ്ങൾക്ക് മക്കളെ തന്നത്. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്ന് ഞങ്ങൾ 3 കുട്ടികളുടെ പേരൻസ് ആണ്. എൻ്റെ ആദ്യത്തെ മക്കൾ അവർ ട്വിൻസാണ്. ഞങ്ങൾ 4.5 വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്നിട്ടാണ് ദൈവം ഞങ്ങൾക്ക് മക്കളെ തന്നത്. കാത്തിരിപ്പ് പ്രയാസമുള്ളതാണ്. എന്നാൽ കാത്തിരുന്നാൽ അവന്റെ സമയമാകുമ്പോൾ അവൻ നമ്മിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു അവൻ നമ്മെ സന്തോഷത്തോടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ
അവൻ മറുപടി നൽകുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം അവൻ നമ്മെ ഉപേക്ഷിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ഒരു വെയിറ്റിംഗ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ നമ്മെ ഉപേക്ഷിച്ചു എന്ന അർത്ഥമില്ല. അവൻ ഇപ്പോഴും അവിടെ തന്നെയാണ്. അവൻ തക്ക സമയത്ത് അവൻ അത് പ്രഖ്യാപിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അറിയാലോ, നാട്ടിലെ ബീഹാർ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കഴിഞ്ഞ ദിവസം അതിന്റെ ഈ ഒരു വിഭാഗത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നയാൾ പറഞ്ഞു. അപ്പോ ഒരു റിപ്പോർട്ടർ വന്ന് ചോദിച്ചു, എന്താണ് ഇത്ര താമസം നിങ്ങളുടെ നിങ്ങളുടെ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എന്തിനാണ് ഇത്ര താമസം? നിങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല, എന്താ ഇങ്ങനെ വൈകിയേ എന്ന് റിപ്പോർട്ടർ ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ഞങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരാണ് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. പക്ഷെ അതിന്റെ സമയമായപ്പോൾ മാത്രമേ ഞങ്ങൾ അത് പറഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്ത് അവൻ ചെയ്യേണ്ടതുപോലെ നിർവഹിക്കും. അവൻ എന്താണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് അവന്റെ സമയത്ത് നിർവഹിക്കും എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ വരേണ്ട മാറ്റങ്ങൾ അത് ഒരു പക്ഷേ നമ്മളുടെ ഈഗോ കാരണമോ നമ്മളുടെ ആ ചാബല്യങ്ങൾ മൂലമോ അത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകാതെ നമ്മൾ അതിനു വേണ്ടി വിധേയപ്പെടില്ല. അതുകൊണ്ട് നമ്മെ വിധേയപ്പെടുത്താൻ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പ്രാപിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മളുടെ ഹൃദയങ്ങളെ അവൻ രൂപാന്തരപ്പെടുത്തും. നമ്മെ അവൻ നന്നായിട്ട് മെരുക്കും. നമ്മൾ വിധേയപ്പെട്ടു കൊടുത്താൽ, നമ്മൾ അവന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ചു കൊടുത്താൽ, അവൻ നമ്മിൽ ചെയ്യേണ്ട ക്രിയകൾ, നമ്മിൽ വരുത്തേണ്ട രൂപാന്തരങ്ങൾ അവൻ നമ്മിൽ വരുത്തും. ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ് കിട്ടുന്നത് പോലെ അത് അവൻ നമ്മെ വാർത്തെടുക്കും. അവൻ നന്നായിട്ട് നമ്മളെ അവൻ ചെത്തി മിനുക്കി മനോഹരമുള്ള വസ്തുക്കളാക്കി തീർക്കും. പക്ഷെ ആ ചെത്തുമ്പോഴും മിനുക്കുമ്പോഴും അത് വേദനയുള്ളതാണ്. ഇസ്രായേൽ ജനത്തിന് അവരുടെ ഹൃദയത്തിന് മനസ്സാന്തരം വരുവാൻ, അവരുടെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകുവാൻ, അവർ അനുഭവിച്ച നന്മകളുടെ ആ മഹത്വം അവർക്ക് തിരിച്ചറിയേണ്ടതിന് ഇങ്ങനെ ഒരു പ്രവാസ കാലഘട്ടം അവർക്ക് ആവശ്യം. അവർ പഠിച്ചു, അവർ പ്രവാചകന്മാരുടെ വാക്കുകൾ അവർ ശ്രവിച്ചു, അവർ അതിന്റെ നടുവിലും ദൈവത്തെ അനുസരിക്കുവാനായിട്ട് അവർ തയ്യാറായി എന്ന് നമുക്ക് കാണാം. ഒടുവിൽ എന്തുണ്ടായി? ഒടുവിൽ 70 വർഷങ്ങൾക്ക് ശേഷം ഇവർ ആ പ്രവാസ കാലഘട്ടത്തിൽ നിന്നും മടങ്ങി വന്നു. യാതൊരു സാഹചര്യവും സാധ്യതയും ഇല്ലാത്തിടത്താണ് അവിടെ ആ ദേശം വന്ന് മറ്റൊരു ദേശം വന്ന് ആക്രമിച്ച് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവർ ഇവരെ പോകാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. ആരെങ്കിലും പ്രതീക്ഷിച്ചതാണ്? ആരും പ്രതീക്ഷിച്ചത്. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് അവൻ നമ്മെ മടക്കി വരുത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ നമ്മെ മടക്കി വരുത്തുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും ബാബിലോണിന്റെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. പ്രവാസത്തിന്റെ അനുഭവങ്ങളിലൂടെ നമ്മളുടെ ജീവിതം കടന്നു പോകും. എന്നാലും ദൈവം നമ്മെ പുനഃസ്ഥാപിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അവൻ നമ്മളുടെ ആരാധനയെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അവന്റെ ആ ഒരു പ്രസൻസ് അത് നന്നായി മനോഹരമായി അനുഭവിക്കുന്ന ഒരു ദിവസം നമ്മളുടെ മുൻപിലുണ്ട്. അത് പ്രാർത്ഥനയോടെ അനുസരണത്തോടെ നമ്മൾ അതിനു വേണ്ടി വാഞ്ചിച്ചാൽ, അതിനു വേണ്ടി ആഗ്രഹിച്ചാൽ, ആ ഒരു വ്യഗ്രതയോടെ നമ്മൾ പോയാൽ, ആ ഒരു ഭാരത്തോടെ നമ്മൾ പോയാൽ നമ്മളെ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. ആ ഭാരം അത് നമ്മളുടെ ഉള്ളിൽ അധികമായി നിറയേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഹൃദയം എനിക്ക് തരണമേ. നീ ചിന്തിക്കും പോലെ ചിന്തിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. കർത്താവേ, നിന്നോട് പറ്റിച്ചേർന്ന് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം അവർ ഇന്ന് ഇരിക്കുന്നത് ബാബേൽ നദിയുടെ തീരത്താണ് അവർ ഇരിക്കുന്നത് എങ്കിലും അവരുടെ ഹൃദയം സിയോനിലേക്ക് ചെല്ലുകയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക. ഒരു ഉണർവ് നമുക്ക് ആവശ്യമല്ലേ? ഒരു മാറ്റം നമുക്ക് ആവശ്യമല്ലേ? ദൈവത്തോട് ഇനിയും നമ്മൾ അടുത്ത് ചെല്ലാനില്ലേ? അവന്റെ ആഗ്രഹത്തോടെ വാഞ്ചയോടെ നമുക്ക് അവന്റെ അടുക്കലേക്ക് ചെല്ലാം. ഇന്ന്
പലപ്പോഴും ഇന്ന് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഭാരം എന്നുള്ളത് അല്ലെ, തലമുറകളെ പറ്റിയിട്ടുള്ള ഭാരമാണ് നമ്മളുടെയൊക്കെ പ്രധാനപ്പെട്ട. ദൈവം സഹായിച്ച് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തിന്റെ വഴി അറിഞ്ഞു, അവനെ നമ്മൾ സ്വീകരിച്ചു, ആ വഴി നമ്മൾ സ്വീകരിച്ചു, നമ്മൾ ആ വഴിയിലൂടെ നടക്കും. എന്നാൽ നമ്മളുടെ തലമുറകൾ അവർ ഇന്ന് എവിടെയാ? ഇന്ന് നാട്ടിൽ നല്ല ഇവിടെയും സ്ഥിതി അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നാട്ടിൽ ഇന്ന് പള്ളികളിൽ ചെന്നാൽ പള്ളികളിൽ എവിടെയും ചെറുപ്പക്കാരെ കാണാനില്ല. കുഞ്ഞുങ്ങളുണ്ടാവും, പേരൻസിന്റെ കൂടെ വരുന്ന കുട്ടികളുണ്ടാവും, പക്ഷെ യുവജനങ്ങളെ എങ്ങും കാണുവാനായിട്ടില്ല. ഏതൊക്കെയോ ദേശങ്ങളിൽ ഏതൊക്കെയോ രീതികളിൽ അവർ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ അതിന്റെ നടുവിൽ ദൈവസന്നിധിയിൽ ആത്മഭാരത്തോടെ നിന്നാൽ നമ്മളുടെ തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. പ്രവാസത്തിലാണോ അവർ? അതിന്റെ നടുവിൽ കരയുന്ന ചിലരെ, മടങ്ങി വരിക കാംക്ഷിക്കുന്ന ചിലരെ ദൈവം ഒന്ന് ഉണർത്തിയാൽ അവർ മടങ്ങി വരും. നമ്മൾ യെരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിൽ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടങ്ങി വരുത്തുമെന്ന് നിന്നോടുള്ള എൻ്റെ വചനം ഞാൻ ഉയർത്തും. ദൈവം മടക്കി വരുത്തുന്ന ഒരു സമയമുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നിൽ നമ്മൾ മുട്ടുമടക്കിയാൽ, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, നമ്മൾ അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നാൽ, ദൈവസന്നിധിയിൽ നമ്മളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചാൽ, അവൻ നമ്മളുടെ പ്രാർത്ഥനകളെ കേട്ട് അവൻ നമുക്ക് ഉത്തരമറിയും. സമൂഹം വല്ലാത്തൊരു രീതിയിലൂടെയാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും കരുതാൻ സമയമില്ല, ആരെയും പ്രോത്സാഹിപ്പിക്കാൻ സമയമില്ല, മക്കൾക്ക് മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല, മാതാപിതാക്കൾക്ക് മക്കളെ കരുതാൻ സമയമില്ല. ഇതിന്റെ നടുവിൽ പലപ്പോഴും ദൈവസ്നേഹം അന്യം നിന്ന് പോകും, ദൈവസ്നേഹം ഇല്ലാതെയാകും, ആത്മീയമായ വഴികൾ നഷ്ടപ്പെട്ടു പോകും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? നമുക്കൊന്ന് കരയാമോ? ആ ഒരു ഭാരം നമ്മെ അലോസരപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ അവൻ യഥാസ്ഥാനപ്പെടുത്താനുള്ള അവന്റെ പദ്ധതികൾ അവൻ നമുക്ക് വേണ്ടി തുറക്കും. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുൻപിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. ഇത് പ്രവാസത്തിന് ശേഷമുള്ള കാര്യമാണ്. ബാബേലിൽ നിന്നും ആ പ്രവാസകാലം കഴിഞ്ഞ് അവർ യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. യെരൂശലേമിലേക്ക് മടങ്ങി വന്ന ശേഷം ഉണ്ടായ ഒരു സംഭവമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുൻപിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി യഹോവ ഇസ്രായേലിനെ കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ച് കേട്ടു. ഇന്നവർ മടങ്ങി വന്നിട്ട് അവർ ആദ്യമേ ചെയ്ത കാര്യം, അവർ ദൈവത്തിന്റെ ന്യായപ്രമാണം അവർ വിടർത്തി, അത് വായിച്ചു, അതവർ ഗ്രഹിച്ചു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആ മടങ്ങി വരവോടുകൂടെ ആരാധന പുനഃസ്ഥാപിക്കപ്പെടും. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആ ഒരു കറക്റ്റ് ചാനലിലേക്ക് കടന്നു വരും. ദൈവം നമ്മോട് സംസാരിക്കാറുണ്ടോ?
എത്ര നാളായി നമ്മൾ ദൈവശബ്ദം കേട്ടിട്ട്? ദൈവം നമ്മളോട് സംസാരിച്ച എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ഓർമ്മയുണ്ടോ? എത്ര നാളായി അവൻ നമ്മളോട് സംസാരിച്ചു? അവൻ്റെ വാക്ക് കേട്ടിട്ട് എത്ര നാളായി? ആ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആയിട്ട് എത്ര നാളായി? പ്രിയമുള്ളവരെ, മടങ്ങി വരുമ്പോൾ ആരാധന അവൻ പുനഃസ്ഥാപിക്കും. ആ കമ്മ്യൂണിക്കേഷൻ അവൻ പുനഃസ്ഥാപിക്കും. ഇന്ന് അവർ, ഇസ്രായേൽ ജനം സന്തോഷത്തോടെ അവരുടെ പ്രവാസത്തിൽ നിന്ന് അവർ മടങ്ങി വന്നു. അവർ പാഠങ്ങൾ അവർ പഠിച്ചു. അവരുടെ കുഴപ്പങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. അവർ ഇന്ന് ആരാധന സർവ്വജനവും കൂടി അവരുടെ ആരാധനയെ അവർ പുനഃസ്ഥാപിച്ചു. ന്യായപ്രമാണ പുസ്തകം സർവ്വജനവും കേൾക്കെ എസ്രാ പുരോഹിതൻ വായിച്ചു. സർവ്വജനവും അത് ശ്രദ്ധയോടെ കേൾക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു റീസ്റ്റോറേഷൻ പ്രോസസ്സിലേക്ക്, അതിൻ്റെ ആ ഒരു എൻഡിങ്ങിലേക്ക് അവർ കടന്നു വന്നു. അവർ ദൈവവചനം ശ്രദ്ധയോടെ അവർ കേൾക്കാനായിട്ട് തുടങ്ങി. അവർ ശ്രദ്ധയോടെ അവർ വന്നു. അവർ ദൈവവചനം കേട്ടു, അതിൻ്റെ യഥാസ്ഥാനപ്പെട്ടു. യഥാസ്ഥാനപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. ഏറ്റവും ഒടുവിൽ മടങ്ങി വന്നു, എല്ലാം യഥാസ്ഥാനപ്പെട്ടു കഴിഞ്ഞു, അല്ലെ? അവർ പിന്നീട് ആരംഭിച്ചതാണ്, അവർ ആലയത്തിന്റെ നിർമ്മാണം അവർ ആരംഭിച്ചു. എപ്പോഴും മടങ്ങി വരവിന്റെ യഥാസ്ഥാനപ്പെടുന്നതിന്റെ ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ളത് അവിടെ ദൈവം നമ്മെ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ചില നിയോഗങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യത്തിലേക്ക് അവൻ നമ്മെ മടക്കിക്കൊണ്ട് വന്നാൽ അതിൻ്റെ നടുവിൽ നമുക്കൊരു ശുശ്രൂഷയും അതിൻ്റെ അപ്പുറത്ത് അവൻ വെക്കും. ചില നിയോഗങ്ങൾ അവൻ നമുക്ക് വെക്കും. അത് എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല, എല്ലാവർക്കും ഒരേ താലന്തുകളാകണമെന്നില്ല. പക്ഷെ നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ചില ഉദ്ദേശങ്ങൾ, നമ്മെ ഇതുപോലെ മെനഞ്ഞ് ഭൂമിയിൽ നമുക്കൊരു ജീവിതം തന്ന് ദൈവം നമ്മെ ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ടൊരു ഉദ്ദേശമുണ്ട്. മെനഞ്ഞവൻ അറിയാം മെനഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെ? ഒരു വസ്തുവിന്റെ യഥാർത്ഥ ഉപയോഗം അത് നിർമ്മിച്ചതാരാണോ അയാൾക്കാണ് അതിൻ്റെ ഏറ്റവും ഉപയോഗം കൃത്യമായിട്ട് അറിയാവുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉപയോഗം അറിയുന്ന ഒരു കർത്താവ്. എന്തിനാണ് ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉത്തരം അത് അവന്റെ പക്കലുണ്ട്. അവൻ അത് കൃത്യമായിട്ട് അറിയാം. ഇന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ ദൈവവുമായിട്ട് നല്ല കൂട്ടായ്മയിലായിരിക്കും, ആരാധന വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ടാകും. എന്നാൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച നിയോഗം എന്താണ്, ഡ്യൂട്ടി എന്താണ്? അവർ മടങ്ങി, പ്രവാസത്തിൽ നിന്ന് അവർ മടങ്ങി വന്നു. അവർ ഇന്ന് യെരുശലേമിലാണ് ഉള്ളത്. അതിന്റെ നടുവിൽ ദൈവം അവർക്ക് കൊടുത്തൊരു നിയോഗം ഉണ്ടായിരുന്നു, ആലയത്തിന്റെ പുനർനിർമ്മാണം. അതവർ ഭംഗിയായിട്ട് നിർവഹിച്ചു. എപ്പോഴും റെസ്റ്റോറേഷൻ ലീഡ്സ് ടു എ മിഷൻ. അതിന്റെ അപ്പുറത്തൊരു മിഷൻ ഉണ്ട്, ഒരു ദൗത്യമാണ്. അത് സമൂഹമായിക്കൊള്ളട്ടെ, വ്യക്തിപരമായിക്കൊള്ളട്ടെ, നമ്മെ ചില നിയോഗങ്ങൾക്ക് വേണ്ടി അവൻ നമ്മെ ആക്കിയിരിക്കുകയാണ്. ആലയം വീണ്ടും നിർമ്മിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഭാരത ഗ്രാമങ്ങളിലേക്ക് നോക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ഒരുപാട് പേർ അതിനു വേണ്ടിയിട്ട്, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു എങ്കിൽ ഇന്നത്തെ സ്ഥിതിക്ക് വ്യത്യാസം. ഒരുപാട് എതിർപ്പുകളാണ് ഇന്ന് ഭാരത ഗ്രാമങ്ങളിലുള്ളത്. നമ്മൾ ഛത്തീസ്ഗഡില് നമ്മുടെ ധാരാളം മിഷൻ ഫീൽഡുകൾ നമുക്ക് അവിടെയുണ്ട്. അവിടെ അവർ ആരാധന നടത്തുന്നത് പല സമയങ്ങളിലായിട്ടാണ് ആരാധന നടത്തുന്നത്. ഒരു ഞായറാഴ്ച 8 മണിക്ക് നടത്തിയാൽ അടുത്ത ഞായറാഴ്ച 9 മണിക്ക് നടത്തും. കാരണം അത്രത്തോളം വിരോധമാണ് അവിടെ കൂടി വരുവാനായി. പലപ്പോഴും ഞായറാഴ്ച കൂടി വരുമ്പോൾ അവർ ചെരുപ്പുകൾ പല ഭാഗങ്ങളിലായിട്ടിരിക്കും. ഒരു സ്ഥലത്ത് അത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് കണ്ടാൽ അവിടെ പ്രശ്നമാണ്. നമ്മളുടെ അവിടെ ഒരു ചർച്ചിന്റെ നിർമ്മാണം അത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു, വിരോധികൾ എതിരായിട്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മളെ ഇത്രയെങ്കിലും സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു.
ഇത്രയെല്ലാം കൂടി വരുവാനുള്ള സാധ്യതകൾ നമ്മളുടെ മുൻപിലുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊന്നും കഴിയാത്ത, സാധിക്കാത്ത ഒരു സമൂഹം നമ്മളുടെ ചുറ്റുമുണ്ട് എന്ന് നമ്മൾ വിസ്മരിച്ചു പോകും. ഈ കൂട്ടായ്മയെ പറ്റി ഞാൻ മനസ്സിലാക്കും. നിങ്ങൾ ഈ ശുശ്രൂഷയിലെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നുള്ളതാണ്. പ്രിയമുള്ള, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ചില നിയോഗങ്ങളുണ്ട്, ചില ഡ്യൂട്ടീസ് ഉണ്ട്. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാത്രം ചെയ്യാൻ പറ്റും. ഭാരത ഗ്രാമങ്ങളിൽ ഒരിക്കൽ പോലും യേശുവിനെ പറ്റി കേൾക്കാറില്ല. ആ സത്യം തിരിച്ചറിയാത്ത ഒരുപാട് ജനങ്ങൾ നമ്മളുടെ ചുറ്റും ഭാരത ഗ്രാമങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ വിസ്മരിച്ചു പോകുന്നു. നമ്മൾ ചെറുപ്പം മുതൽ സ്കൂളിൽ അസംബ്ലിക്ക് ഇന്ത്യ എൻ്റെ ദേശമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് പഠിച്ച് വളർന്നു വന്നവരാണ്. എന്നാൽ അന്ധകാരത്തിൽ ജീവിക്കുന്ന ധാരാളം ജനങ്ങളെ നമുക്ക് ഇന്നും ഭാരത ഗ്രാമങ്ങളിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. യേശുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേൾക്കാത്തവരെ, ആദിവാസികളായിട്ടുള്ളവർ ഇന്ന് നമുക്ക് ഭാരത ഗ്രാമങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. വില കൊടുത്തിട്ടാണ് അവർ നിൽക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് വില കൊടുക്കുന്നുണ്ട്. വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അവരുടെ റേഷൻ കാർഡ് കട്ട് ചെയ്ത് കളയും, സമൂഹത്തിൽ നിന്ന് അവരെ പുറത്താക്കി കളയും, ഗ്രാമത്തിൽ നിന്ന് അവരെ പുറത്താക്കി കളയും. നമ്മളുടെ ഒരു മിഷണറി ഈ വിശ്വാസം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിട്ടു. പ്രിയമുള്ളവരെ, വില കൊടുത്തിട്ടാണ് അവർ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ, എത്രയോ നന്മകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ നമ്മളുടെ ദൗത്യങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ മറന്നു പോകാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഒരു പ്രവാസമുണ്ട്, അതിൻ്റെ നടുവിൽ ദൈവം നമ്മെ നവീകരിക്കും. അവൻ നമ്മെ മടക്കിക്കൊണ്ടുവരും. നമ്മെ മടക്കിക്കൊണ്ടുവരുന്നത് ചില ദൗത്യങ്ങൾക്കായിട്ടാണ് അവൻ നമ്മെ മടക്കിക്കൊണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ സമയം കഴിഞ്ഞല്ലോ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇന്ന് പ്രവാസത്തിലാണ്, മടങ്ങില്ല. നമ്മളുടെ കിന്നരങ്ങൾ എവിടെയാണ് എന്നുള്ളത് അലരി വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടിരിക്കുകയാണ്. നാവിൽ സ്തുതിയുടെ ഗാനമുണ്ടോ? സിയോനെ കുറിച്ചുള്ള വ്യഗ്രത, ആ ഒരു ആഗ്രഹം നമ്മിലുണ്ടോ? അവൻ അവന്റെ സാന്നിധ്യത്തിലേക്ക് അവൻ നമ്മെ വിളിക്കുകയാണ്. വാ, എൻ്റെ അടുക്കലേക്ക് വാ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരും, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വഴിയേതെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ പുതുവഴികൾ നമുക്ക് വേണ്ടി തുറക്കുന്നവനാണ്. സാധ്യതകളില്ലാത്തിടത്ത് സാധ്യതയുടെ ചില വാതിലുകൾ അവൻ നമുക്ക് വേണ്ടി തുറക്കുന്നവനാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ നീ പുതുക്കണം കർത്താവേ. കൂടുതലായി ഉണർവോടെ നിൽപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ദൈവമേ, നിന്നോട് കൂടുതൽ പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. അതിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം, ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇപ്രകാരം അവസരം തന്ന പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. 137 സങ്കീർത്തനത്തിന്റെ 4 വാക്യങ്ങൾ എടുത്തുകൊണ്ട് പ്രിയ നെൽസൺ ബ്രദർ വളരെ അർത്ഥവത്തായ, വളരെ ഡീപ്പായിട്ടുള്ളൊരു മെസ്സേജാണ് നമുക്ക് തന്നത്. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമുക്ക് നമ്മളെ തന്നെ പുനഃസ്ഥാപിക്കേണ്ട ആവശ്യങ്ങളെ കുറിച്ച് പ്രിയദാസൻ നമ്മളെ ഓർപ്പിച്ചല്ലോ. ദൈവസന്നിധിയിൽ നമ്മളെ വിധേയപ്പെടേണ്ടത് ആവശ്യം നമ്മളെ ഓർപ്പിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. പ്രിയമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സമയത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധി താണിരിക്കുമ്പോൾ അവൻ നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ കർത്താവെ കൃപ നൽകുമാറാണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം ചില നിയോഗങ്ങൾ നമുക്ക് ഏൽപ്പിക്കും. ഹല്ലേലൂയ.
അതിനായി ദൈവസന്നിധി നമ്മളെ തന്നെ വിനയപ്പെടുത്താം. വചനം ശുശ്രൂഷിച്ച ഹല്ലേലൂയ ഡോക്ടർ നെൽസൺ മാത്യുവിനെ കൂട്ടായ്മയുടെ പേരിലുള്ള എല്ലാ സ്നേഹവും ആദരവും അർപ്പിക്കുന്നു. പ്രിയദാസന്റെ ശുശ്രൂഷകൾ ഈ ദേശത്തും അനുഗ്രഹമായി വരുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ഒരു ജോലി ലഭിച്ച് ഈ ദേശത്ത് നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ ജീവന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. പ്രിയ മത്തായി സാറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ മോളമ്മ സഹോദരി മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് പ്രിയ ഭാവിച്ചവൻ ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് ഇന്ന് സമാപിക്കാം. പ്ലീസ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിന്റെ വൈകാറായ സമയത്ത് കർത്താവെ അടിയങ്ക് ഒരുമിച്ച് ഈ ദൈവമേ ഇവിടെ കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തൊക്കോണം അവിടുന്ന് കൃപ ചെയ്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. കൂട്ടായ്മയായി കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയത് കർത്താവെ അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കാൻ തൊക്കോണം അവിടുന്ന് ഇടയാക്കണമേ. ഇപ്പോൾ കാലത്തിലടിയങ്ങളായിരുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവമടിയങ്ങളെ പരിപാലിച്ചുവല്ലോ. ജീവിതയാത്രയിൽ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഐസിന്റെ ഇന്നേവരെയും അടിയങ്ങളെ വഴി നടത്തി കർത്താവെ. എൻ്റെ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ തൊക്കൊണ്ട് വീണ്ടും ആലോചന നടിയങ്ങളെ നടത്തണമെന്നാഥാ സ്തോത്രം. തളർന്നു പോകാതെ വീണു പോകാതെ നിലനിൽപ്പാൻ ദൈവത്തിന്റെ കൃപ അതിമായി പ്രാപിപ്പാൻ തൊക്കൊണ്ടടിയങ്ങളെ സഹായിക്കുമാറാണമെന്നാഥാ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്ന നമ്മെ ജീവരെന്നും വഴി നടത്തുവാൻ ശക്തനാണെന്നുള്ള ഉറപ്പോടെ ജീവിപ്പാൻ തൊക്കൊണ്ടും കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. പ്രത്യേകമായി കൂട്ടായ്മയായി ദൈവമേ കൂടി വന്ന് പാടുവാനും പ്രാർത്ഥിപ്പാനും വചനം ധ്യാനിപ്പാനും മധ്യസ്ഥ അണപ്പാനും ഒക്കെ മടിയങ്ങളെ ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ. വചനമായി കടന്നു വന്നതിന്റെ ദാസനെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ അധികമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തൊക്കണം ദൈവമോട് എടുത്തുപയോഗിക്കുമാറാണമേ. ഇത്രത്തോളം കൊടുത്ത നിലത്തിനായി സ്തോത്രം. കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഇസ്രായേൽ മക്കൾ പ്രവാസകാലത്ത് കർത്താവെ അവർ വരൾച്ചയുടെ കാലങ്ങൾ കടന്നുപോയെങ്കിലോ എൻ്റെ ദൈവത്തിന്റെ കരുതൽ അവരോട് കൂടെ ഇരുന്നത് പോലെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ഞങ്ങൾ ആത്മീയമായി വരൾച്ചയുടെ കാലങ്ങളിൽ കടന്നു പോകുമ്പോൾ എൻ്റെ ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി നിൽപ്പാൻ അവിടെ അങ്ങ് ആഗ്രഹിക്കും പ്രകാരം ദൈവസന്നിധിയിലായി തീരുവാനൊക്കെയും ദൈവകൃപ പ്രാപിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാണമേ. ഇന്നുവരെയും അടിയങ്ങളെ പരിപാലിച്ചു കർത്താവിൻ്റെ വലിയ കരമടിയങ്ങളോട് കൂടെ ഇരുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ നിന്റെ മക്കളെയും അടുത്ത താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയെ മുറ്റുമായി സമർപ്പിക്കുന്നു. ലീഡ് ചെയ്യുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധികം ബലത്തോട് ശക്തിയോട് കൃപയോട് വീണ്ടും കൂട്ടായ്മ നിലനിൽപ്പാൻ കൊണ്ട് അവിടുന്ന് എടുത്തുപയോഗിക്കുമാറാണമെന്നാഥാ സ്തോത്രം. കർത്താവെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവമോടൊന്ന് പ്രവർത്തിക്കുമാറാണമേ. എല്ലാ നിന്റെ മക്കളെയും ഒരിക്കൽ കൂടി താഴ്ത്തുന്നു കർത്താവെ. അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരുന്ന അടിയങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കുമാറാണമേ. ഇപ്പോൾ അടിയങ്ങൾ മടങ്ങിപ്പോകുന്നു. പിരിയാത്ത സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇനിയും കാണും വരെയും കർത്താവിന് ചിരടികളെ വഹിക്കുമാറാണമേ. എല്ലാ വിഷയങ്ങളും എനിക്ക് വേണ്ടി ജീവിച്ച യേശുവിന്റെ നാമത്തെ താഴ്ത്തുന്നു. കൃപയോട് കേൾക്കണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചോളണമേ. എന്നുണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാവുന്നു. ആ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടുകൂടിയും ഞങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള അനുഭവങ്ങളിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിനോടുകൂടിയും വചനം ശുശ്രൂഷിച്ച് അവിടുത്തെ മകനോടുകൂടിയും മകന്റെ ആവശ്യങ്ങളോടുകൂടിയും തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരയണമേ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആഴ്ച കൂടി വരുവോളം നമുക്ക് പ്രാർത്ഥന അന്യോന്യം ഓർക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ തോമസ് ഊട്ടി ഔദ്യോഗികമായിട്ടുള്ള ഒരു യാത്രയിലാണ് ഈസ്റ്റ് ആഫ്രിക്കയിലെ. അടുത്ത ചൊവ്വാഴ്ച മടങ്ങി വരും. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. മടക്കി യാത്രയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം.
ദൈവം തൊട്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.